ഹരി ഓം ഹരി ഓം. നാരായണ. ഹരി ഓം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുസിപദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമ്മായ ഛേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം ഇന്ന് 5ാമത്തെ എപ്പിസോഡ്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 1-ാം അധ്യായം 50-ാം ശ്ലോകം വരെ കഴിഞ്ഞ 4 ക്ലാസുകൾ കൊണ്ട് പറഞ്ഞു. ഇന്ന് നമ്മൾ 51 മുതൽക്കാണ് തുടരേണ്ടത്. ആദ്യം നമുക്ക് വായിക്കാം. 27 മുതൽക്ക് വായിക്കാം. ഇന്നലെ വൈകുന്നേരം വായിച്ച 27 ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ ശ്രീമദ് ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ പ്രഥമോധ്യായഃ. ശ്രീശുക ഉവാച. ശൂരസേനോ യദുപതിഃ മധുരാം ആവസൻപുരീം മാധുരാൻ ശൂരസേനാംശ്ച വിഷയാൻ ബുഭുജേ പുരാ. രാജധാനി തതഃ സാ ഭൂത് സർവയാദവ ബുഭുജാം മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരിഃ. തസ്യാം തു കർഹിചിത് ശൗരിഃ വസുദേവഃ കൃതോദ്വഹഃ. ദേവക്യാസൂരയാ സാർദ്ധം പ്രയാണേ രഥമാരുഹത്. ഉഗ്രസേനസുതഃ കംസഃ സ്വസുഃ പ്രിയചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗകുമൈരഥശതൈർവൃതഃ. ചതുശ്ശതം പാരിബർഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാമയുതം സാർദ്ധം രഥാനാം ച 300. ദാസീനാം സുകുമാരീണാം 200 സമലംകൃതേ. ദുഹിത്രേ ദേവഗഃ പ്രാദാത് യാനേ ദുഹിതൃവത്സലഃ. ശംഖതൂര്യമൃദംഗാശ്ച നേതുർദുംദുഭയഃ സമം. പ്രയാണപ്രക്രമേ താവത് വരവദ്ധോഃ സുമംഗളം. പതി പ്രഗ്രഹിണം കംസമാഭാഷ്യാഃ ശരീരവാക്. അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ അബുദാം. ഇത്യുക്തഃ സകലഃ പാപോ ഭോജാനാം കുലവംസനഃ. ഭഗിനീം ഹന്തുമാരബ്ധഃ ഖഡ്ഗപാണിഃ കചേഗ്രഹീത. തം ജുഗുപ്സിതകർമാണം നൃശംസം നിരഭത്രപം. വസുദേവോ മഹാഭാഗഃ ഉവാച പരിസന്ധ്വയൻ. വസുദേവ ഉവാച. ശ്ലാഘനീയഗുണശൂരൈഃ ഭവാൻ ഭോജയശസ്കരഃ. സ കഥം ഭഗിനീം ഹന്യാ സ്ത്രിയം ഉദ്വാഹപർവണി. മൃത്യുർജന്മവതാം വീരാ ദേഹേന സഹ ജായത്തെ. അദ്യവാബ്ദശതാം ദേവ മൃത്യുർവൈ പ്രാണിനാം ധ്രുവഃ. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോ അവശഃ. ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപുഃ. വ്രജൻ തിഷ്ഠൻ പദൈകേന യദൈവൈകേന ഗച്ഛതി. യദാ തൃണജളൂകൈവം ദേഹി കർമ്മഗതിം ഗതഃ. സ്വപ്നേ യദാ പശ്യതി ദേഹമീദൃശം മനോരഥേനാഭിനിവിഷ്ടചേതനഃ. ദൃഷ്ടശ്രുതാഭ്യാം മനസാനുചിന്തയൻ പ്രപദ്യത്തെ തത്കിമപി ഹ്യപസ്മൃതിഃ.
യതോ യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകമാ ആപപഞ്ചസു ഗുണേഷു മായാരചിതേഷു ദേഹ്യസൗ പ്രപദ്യമാനഃ സഹതേന ജായത്തെ ജ്യോതിർയദൈവോദകപാർത്ഥിവേശ്വരഃ സമീരവേഗാനുഗതം വിഭവ്യത്തെ ഏവം സ്വമായാരചിതേഷ്വസൗ പുമാൻ ഗുണേഷു രാഗാനുഗതോ വിമുഹ്യതി തസ്മാന്ന കസ്യചിദ്രോഹമാചരേത് സതദാവിദഃ ആത്മനക്ഷേമമന്വിച്ഛൻ ദ്രോഗ്ധുർവൈ പരതോ ഭയം ഏഷാ തവാനുജാ ബാലാ കൃപണാ പുത്രികോപമാ ഹന്തും നാർഹസി കല്യാണീം ഇമാം ത്വം ദീനവത്സലഃ. ശ്രീശുക ഉവാച ഏവം സസ്സാമഭിർഭേദൈഃ ബോധ്യമാനോപി ദാരുണഃ നന്യവർത്തത കൗരവ്യ പുരുഷാദാൻ അനുവ്രതഃ. നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യാനഗതുന്ദുഭിഃ പ്രാപ്തം കാലം പ്രതിവ്യോഢും ഇദം തത്രാന്വപദ്യത. മൃത്യുർബുദ്ധിമതാപോഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത നാപരാധോസ്തി ദേഹിനഃ. പ്രദായ മൃത്യുവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാ മേ യദി ജായേരൻ മൃത്യുർവാ ന മ്രിയേത ചേത്. വിപര്യോ വാ കിം ന സ്യാദ്ഗതിർധാതുർദുരത്യയാ ഉപസ്ഥിതോ നിവർത്തേത നിവൃത്തഃ പുനരാപതേത്. അഗ്നേർയദാ ദാരുവിയോഗയോഗയോഃ അദൃഷ്ടതോന്യന്ന നിമിത്തമസ്തി ഏവം ഹി ജന്തോരപി ദുർവിഭാവ്യഃ ശരീരസംയോഗവിയോഗഹേതുഃ. ഏവം വിമൃശ്യ തം പാപം യാവദാത്മനിദർശനം പൂജയാമാസ വൈ ശൗരിഃ ബഹുമാനപുരസ്സരം. പ്രസന്നവദനം ഭോജോ നൃശംസം നിരപത്രപം മനസാ ദൂയമാനേന വിഹസൻ ഇദമബ്രവീത്. വസുദേവ ഉവാച ന ഹ്യസ്യാസ്തേ ഭയം സൗമ്യാ യദ്വാദ ആഹാ ശരീരിണി പുത്രാൻ സമർപ്പയിഷ്യേസ്യാഹ യതസ്തേ ഭയമുത്ഥിതം. ശ്രീശുക ഉവാച സ്വസുർവദാത് നിവവൃതേ കംസസ്തദ്വാക്യസാരവിത്. വസുദേവോപി തം പ്രീതഃ പ്രശസ്യ പ്രാവിശദ്ഗൃഹം. അധകാല ഉപാവൃത്തേ ദേവകീ സർവദേവതാ പുത്രാൻ പ്രസുഷുവേ ചാഷ്ടൗ കന്യാം ചൈവാനുവത്സരം. കീർത്തിമന്ദം പ്രഥമജം കംസായാനഗതുന്ദുഭിഃ അർപ്പയാമാസ കൃച്ഛ്രേണ സോऽനൃതാദതിവിഹ്വലഃ. കിം ദുസ്സഹം नु സാധൂനാം വിദുഷാം കിം അപേക്ഷിതം കിമകാര്യം കദര്യാണാം ദുസ്ത്യജം കിം ധൃതാത്മനാം. ദൃഷ്ട്വാ സമത്വം തത്സൗരേഃ സത്യേ ചൈവ വ്യവസ്ഥിതിം കംസസ്തുഷ്ടമനാ രാജൻ പ്രഹസന്നിദമബ്രവീത്. പ്രദീയാതു കുമാരോയം ന ഹ്യസ്മാദസ്തി മേ ഭയം അഷ്ടമാദ്യുവയോർഗർഭാത് മൃത്യുർമേ വിഹിതഃ കില. തഥേതി സുതമാദായ യയൗ ആനഗതുന്ദുഭിഃ നാഭ്യനന്ദത്തദ്വാക്യം അസതോ വിജിതാത്മനഃ. നന്ദാദ്യായേ വ്രജേ ഗോപാ യാശ്ചാമീഷാം ച യോഷിതഃ. വൃഷ്ണയോ വസുദേവാദ്യാ ദേവക്യാദ്യായതു സ്ത്രിയഃ. സർവേ വൈ ദേവതാ പ്രായ ഉഭയോരപി ഭാരത ജ്ഞാതയോ ബന്ധുസുഹൃദോ ഏത കംസമനുവ്രതാഃ. ഏതത് കംസായ ഭഗവാൻ ശശംസാഭ്യേത്യ നാരദഃ. ഭൂമേർഭാരായമാനാനാം ദൈത്യാനാം ച വധോദ്യമം. ഋഷേർവിനിർഗമേ കംസോ യദൂന്മത്വാ സുരാനിതി. ദേവക്യാ ഗർഭസംഭൂതം വിഷ്ണും ച സ്വവധം പ്രതി. ദേവകീം വസുദേവം ച നിഗൃഹ്യ നികടൈർഗൃഹേ ജാതം ജാതമഹൻ പുത്രം തയോരചലശങ്കയാ. മാതരം പിതരം ഭ്രാതॄൻ സർവാംശ്ച സുഹൃദസ്തദാ. ഗ്രന്ഥിഹ്യസുതൃപോ ലബ്ധാ രാജാനഃ പ്രായസോ ഭുവി. ആത്മാനമിഹ സഞ്ജാതം ജാനൻ പ്രാഗ്വിഷ്ണുനാ ഹതം. മഹാസുരം കാലനേമിം യദുഭിः സ വ്യരുധ്യത. ഉഗ്രസേനം ച പിതരം യദുഭോജാന്തകാദിപം. സ്വയം നിഗൃഹ്യ ബുഭുജേ ശൂരസേനാൻ മഹാബലഃ.
हरि ओम् इति श्रीमद्भागवते महापुराणे पारमहंस्याम् संहितायाम् दशमस्कन्धे पूर्वार्धे श्रीकृष्णावतारोपक्रमे प्रथमोऽध्यायः। सर्वत्र गोविन्द नाम संकीर्तनम् गोविन्द गोविन्द नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते नारायणाखिल गुरो भगवन्नमस्ते। ओम नमो नारायणाय। ओम श्रीकृष्णाय नमः। എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം അഥവാ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധം ആരംഭിച്ചു. പ്രഥമ അധ്യായം 50 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ 4 ക്ലാസ്സായിട്ട് ചർച്ച ചെയ്തു. ഇന്ന് തുടരണം. അപ്പം ഇന്നലെ നമ്മൾ രാവിലെയും വൈകുന്നേരമായിട്ട് 2 ക്ലാസ്സുകളിലൂടെ വസുദേവരുടെയും ദേവകിയുടെയും വിവാഹം, അതിൻ്റെ ഘോഷയാത്ര, കംസൻ നയിക്കുന്നത്, ആ കംസൻ വഴിയിൽ വെച്ച് അശരീരി കേൾക്കുന്നതും, ഏതൊരുവളെയാണോ നീ വഹിക്കുന്നത് അവളുടെ 8ാമത്തെ ഗർഭം നിന്നെ വധിക്കും മൂഢ എന്നിങ്ങനെ അശരീരി കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറഞ്ഞ പോലെ തന്റെ ദുഷ്ടത്തരം പ്രകടമാക്കിക്കൊണ്ട് സ്വാർത്ഥോന്മൂലിത സൗഹൃദ, സ്വാർത്ഥത അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ബന്ധങ്ങളെയെല്ലാം അറുത്തു കളഞ്ഞു. അങ്ങനെ സഹോദരിയുടെ മുടിക്കുത്തിൽ പിടിച്ച് വധിക്കാനായിക്കൊണ്ട് വാളും ഓങ്ങിക്കൊണ്ട് പുറപ്പെട്ടതായിട്ടുള്ള സമയത്ത് വസുദേവരിടയിൽ ചാടി വീണ് തന്റെ ധർമ്മം, ഭർത്തൃധർമ്മം, ഭാര്യയെ രക്ഷിക്കുക എന്നുള്ളതാണ്. അത് തന്നാലാവും വിധം അദ്ദേഹം ചെയ്യുന്നു. ഇന്നലെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് ദണ്ഡം ചെയ്യാനുള്ള കഴിവില്ല, ദാനം അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ശേഷിയും, അതും കംസനെ പോലെ ഒരാൾക്ക്, രാജാവിനെ പോലെ ഒരാൾക്ക് ദാനം ചെയ്യാനുള്ളതായിട്ടുള്ള ശക്തിയും തനിക്കില്ല. അതുകൊണ്ട് തന്നെ സാമം, ഭേദം എന്ന ഉപായങ്ങളാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. അതിൽ സാമമാണ് കൂടുതലായിട്ട് പ്രയോഗിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അതാണ് കൂടുതൽ വഴങ്ങുന്നത്. വളരെ ദൈവീ സമ്പത്തിയുള്ളൊരു മഹാത്മാവാണ് ആനകദുന്ദുബി എന്ന വസുദേവരൻ. വളരെ സത്വഗുണ പ്രധാനിയാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല വാക്കുകൾ മാത്രമേ വായിൽ നിന്ന് വരുള്ളൂ. അങ്ങനെ നല്ല വാക്കുകളെ കൊണ്ട് നല്ല യുക്തിപരമായിട്ട് ആ കംസനെ ഉപദേശിച്ചു. അങ്ങ് എല്ലാവരാലും ബഹുമാന്യനാണ്, എല്ലാവരും അങ്ങയെ പൂജിക്കുന്നു, ആരാധിക്കുന്നു, ധീരനായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വീരൻ അങ്ങ് ഇപ്പോ ഒരു ഭീരുവിനെ പോലെ ഒരു സ്ത്രീയെ, സഹോദരിയെ വിവാഹവേളയിൽ കൊന്നുകളയുന്നത് അത് അങ്ങയ്ക്ക് വലിയ ചീത്തപ്പേരാണ് ഉണ്ടാക്കുക. അത് ഓർക്കുക, ഒന്ന് വിചാരം ചെയ്യുക. ഇനി മരണത്തെക്കുറിച്ചാണെങ്കിൽ മരണം എപ്പോൾ വേണമെങ്കിൽ ആർക്കും സംഭവിക്കാം. അങ്ങിപ്പോ അങ്ങയുടെ അനുജത്തിയെ വധിച്ച ഉടനെ തന്നെ അങ്ങേക്ക് മരണം സംഭവിച്ചു എന്ന് വരാം. അപ്പൊ പിന്നെ അങ്ങ് എന്തിനു വേണ്ടി അനിയത്തിയെ വധിച്ചു? അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ സ്വാർത്ഥരായി, മൂഢരായി മറ്റുള്ളവരെ ഹിംസിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഇനി ഈ ശരീരം പോയി കഴിഞ്ഞാൽ അത് അവസാനത്തെ ശരീരമൊന്നും അല്ലതാനും. ഇനിയും ജീവിതം തുടരുകയാണ്. ഈ ജീവൻ അതിന്റെ യാത്ര തുടരുന്നു. മറ്റൊരു ശരീരം തയ്യാറായിട്ടാണ് നമ്മൾ ഈ ശരീരം വെടിയുന്നത്. എങ്ങനെയാണോ ആ തൃണജളൂക, പുല്ലിൽ സഞ്ചരിക്കുന്ന പുഴു, ഒരു പുല്ലിൽ നിന്ന് മറ്റൊരു പുല്ലിനെ പിടിച്ച ശേഷം ഈ പുല്ലിനെ വിടുന്നത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ എങ്ങനെയാണോ നടക്കുന്നത്, ഒരു കാല് പൊക്കി വെച്ച് ആകാശത്തിൽ ഇരിക്കുമ്പോൾ ഒരു കാൽ ഭൂമിയിലുണ്ട്,
ആകാശത്തിൽ പൊങ്ങിയ കാൽ ഭൂമിയിൽ സ്പർശിച്ച ശേഷമേ നമ്മൾ ഭൂമിയിലുണ്ടായിരുന്ന കാല് പിന്നീട് പൊക്കുന്നുള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെയാണ് അടുത്ത ജന്മത്തിൽ അടുത്ത ശരീരം തയ്യാറായി കഴിഞ്ഞിട്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുന്ന് വിട്ടാൽ അന്തരീക്ഷത്തിൽ നിൽക്കുകയല്ല, നേരെ അവിടെ ചെന്ന് പതിക്കും. അതുകൊണ്ട് ഇത് അവസാനത്തെ ജീവിതവും അല്ല. ഇനിയും ലോകങ്ങളുണ്ട്, ഇനിയും ജന്മങ്ങളുണ്ട്, സ്വർഗാദി അനുഭവങ്ങളുണ്ട്, പരലോക പ്രാപ്തിയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചിന്ത വേണം, ഭാവിയെക്കുറിച്ചിട്ടുള്ളൊരു ചിന്ത വേണം. ഇനി ഈ ശരീരാന്തരം പ്രാപിക്കുമ്പോൾ എന്തുകൊണ്ട് അറിയുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ദിവസേന എന്ന പോലെ ശരീരാന്തരം പ്രാപിക്കുന്നുണ്ടല്ലോ. സ്വപ്ന ശരീരത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ജാഗ്രതനെ മുഴുവൻ മറന്നിട്ടാണ് പോകുന്നത്. ജാഗ്രതനെ മുഴുവൻ വിസ്മരിക്കുന്നു, അപസ്മൃതി ഉണ്ടാകുന്നു. ആ സ്വപ്ന ശരീരത്തിൽ താതാത്മ്യം പ്രാപിച്ചിരിക്കുമ്പോൾ വേറെ ഒന്നും നമുക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് അത് വിട്ടുകഴിഞ്ഞ് ജാഗ്രതത്തിലേക്ക് വരിക്കുമ്പോൾ അതിനെയും മറന്നു പോകുന്നു. പല സ്വപ്നങ്ങളും നമ്മൾ ഓർക്കാറേയില്ല. ഉണർന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വിസ്മൃതിയിലേക്ക് പോകണു. ഇന്നലെ രാത്രി എന്താ സ്വപ്നം കണ്ടത് എന്ന് നമുക്ക് ഇന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല. അപ്പൊ അവിടെ ആ സ്വപ്നദേഹം അവിടെ മാത്രം ഉള്ളതാണ്. ഇത് രണ്ടും പോകുന്ന അവസ്ഥയാണ് സുഷുപ്തി. ഇത് ദിവസവും നമ്മൾ മൂന്ന് അവസ്ഥകൾ നമ്മൾ മാറി മാറി അനുഭവിക്കുന്നുണ്ട്. ദേഹാന്തര പ്രാപ്തിയുണ്ട്. സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്കും, സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് കാരണ ശരീരത്തിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ അങ്ങനെ മാറുമ്പോൾ അറിയാതിരിക്കുന്നതിന് കാരണം അപസ്മൃതി എന്നുള്ളൊരു അനുഗ്രഹമാണ്. ഇതുപോലെ തന്നെയാണ് മറ്റൊരു ദേഹത്തിലേക്ക് പോകുമ്പോഴും അപസ്മൃതി സംഭവിക്കുന്നു. പൂർവ്വദേഹത്തിലെ അനുഭവങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ലാതാവുന്നു. ഈ അപസ്മൃതി കാരണം പുതിയ ദേഹവുമായിട്ട് അങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്നു. അപ്പൊ നമ്മള് ഈ ശരീരത്തിലിരിക്കുമ്പോൾ അവസാന കാലത്ത് എന്ത് ചിന്തിച്ചുകൊണ്ടാണോ ഈ ദേഹത്തെ വെടിയുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ശരീരം അടുത്ത ജന്മത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടാണ് അതിലേക്കാണ് പ്രവേശിക്കുക. അതുകൊണ്ട് നല്ല സങ്കല്പങ്ങളോടുകൂടി ഈ ശരീരം വെടിയാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ശരീരങ്ങൾ, ശ്രേഷ്ഠമായിട്ടുള്ള ലോകങ്ങളെയൊക്കെ പ്രാപിക്കാം. അപ്പോ എങ്ങനെയാണോ ആകാശത്തുള്ള ജ്യോതിർഗോളങ്ങളൊക്കെ ഭൂമിയിലെ പല ജലപാത്രങ്ങളിലും ജലാശയങ്ങളിലും കാണുന്നത്, ആ പ്രതിബിംബം ചലിക്കുമ്പോൾ കാറ്റടിക്കുന്ന സമയത്ത് ഈ വെള്ളം ഇളകുമ്പോൾ ആ വെള്ളത്തിൽ നോക്കിക്കൊണ്ട് നമ്മൾ ആ പ്രതിബിംബം ചലിക്കുന്നതിനെ ബിംബത്തിലേക്ക് ആരോപിക്കുന്നു. സൂര്യൻ ഇളകുന്നു, ചന്ദ്രൻ ഇളകുന്നു, നക്ഷത്രം ഇളകുന്നു എന്നൊക്കെ നമ്മൾ ആ വെള്ളത്തെ നോക്കിക്കൊണ്ട് ആരോപിക്കുന്നു. അതുപോലെയാണ് ഈ ശരീരാദി ഉപാധികൾ ഇളകുമ്പോൾ ജീവൻ, ആത്മാ, അതിനെ നമ്മൾ ഇളകുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടാവുന്നത്. ജീവൻ വാസ്തവത്തിൽ ഇതിൽ നിന്നെല്ലാം വിലക്ഷണനാണ്, മുക്തനാണ്. അത് അറിഞ്ഞുകൊണ്ട് മോഹിതരാവാതിരിക്കണം. സത്യം പരം ധീമഹി എന്ന ഭാവനയോടുകൂടിയിട്ട് ഈ ദേഹാദികളിലുള്ള അഭിമാനത്തെ വെടിയണം. ഈ ദേഹാദികളിലുള്ള അഭിമാനമാണ് നമ്മൾക്ക് സ്വാർത്ഥത വർദ്ധിച്ചു വരാനുള്ള കാരണം, ക്രൂരകർമ്മങ്ങൾ, പാപകർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുള്ള കാരണം. അപ്പൊ അതില്ലാതിരിക്കാൻ ആത്മസ്വരൂപത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിയണം. അതുകൊണ്ട് തസ്മാൻ ന കസ്യചിത് ദ്രോഹമാചരേത് തഥാവിധഃ. ഈ ഒരു അറിവുള്ള ജീവനെക്കുറിച്ച്, ചൈതന്യത്തെക്കുറിച്ച് അറിവുള്ള ഒരാൾക്കും ദ്രോഹം ചെയ്യരുത്. അവനവന് ഭാവിയിൽ സുരക്ഷിതമായിരിക്കണം, ക്ഷേമമുണ്ടാവണം എന്ന് കരുതുകയാണെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കണം. മറ്റൊരാളെ ഹിംസിച്ചാൽ, ദ്രോഹിച്ചാൽ തീർച്ചയായിട്ടും അവന് ഭയമുണ്ടാകും എന്നുള്ളത് നിശ്ചയം. ഇവൾ അങ്ങയുടെ അനുജത്തിയാണ്, പാവം കുട്ടിയാണ്, ദീനയാണ്, അങ്ങയ്ക്ക് മകളെ പോലെയാണ്, എല്ലാ നന്മകളും നിറഞ്ഞ കല്യാണിയാണ് ഇവൾ. അങ്ങനെയുള്ളവളെ ദീനവത്സലനായിട്ടുള്ള അങ്ങ് ഹന്തും നാർഹസി, വധിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെയൊക്കെ സാമം കൊണ്ടും ഭേദം കൊണ്ടും എത്രത്തോളം ബോധ്യപ്പെടുത്തിയിട്ടും കംസൻ ദാരുണനായതുകൊണ്ട്, തമോ ഗുണം വർദ്ധിച്ചവനായതുകൊണ്ട്, അതുപോലെ ഇപ്പോഴുള്ള ആ അശരീരി വാക്ക് കേട്ട് പ്രക്ഷുബ്ധമായ മനസ്സോടുകൂടിയവനായതുകൊണ്ട് ഈ വസുദേവർ പറഞ്ഞ നല്ല കാര്യങ്ങളൊന്നും സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് അപ്പോ പറ്റിയില്ല, പാകതയില്ല. അതുകൊണ്ട് രാക്ഷസന്മാരെ അനുകരിക്കുന്നവനായിക്കൊണ്ട്
തന്റെ ആ സഹോദരിയെ കൊല്ലുക എന്നുള്ള കർത്തവ്യത്തിൽ നിന്ന് അദ്ദേഹം നിവർത്തത, നിവർത്തിച്ചില്ല, പിൻവാങ്ങിയില്ല. അങ്ങനെ ആ വാള് മോങ്ങിക്കൊണ്ട് തലമുടിയിൽ നിന്ന് പിടിവിടാതെ കൊല്ലാനായിട്ട് നിർബന്ധമായിട്ട് നിൽക്കുന്ന അവനെക്കുറിച്ച് മനസ്സിലാക്കിയ ആ ആനകദുന്ദുബി സംസ്കാര സമ്പന്നനായിട്ടുള്ള വസുദേവൻ നല്ലതുപോലെ ചിന്തിച്ചു. എങ്ങനെയെങ്കിലും ഇവളെ രക്ഷിക്കുന്നതാണ് ഇപ്പോ ഉള്ളതായിട്ടുള്ള കർത്തവ്യം. ഈ വന്നിരിക്കുന്ന കാലനെ പ്രാപ്തം കാലം പ്രതിവ്യോടും, അദ്ദേഹത്തെ പ്രതിവഹിക്കുവാൻ എന്ന് വെച്ചാൽ തിരിച്ചയക്കുവാൻ. കാലൻ ആയുധവുമായി ദണ്ഡവുമായി നിൽക്കുകയാണ്. ആ കാലനെ ഇവിടുന്ന് മടക്കി അയക്കണം. അജാമളന്റെ അടുത്തുനിന്ന് കാലന്റെ ദൂതന്മാരെ എങ്ങനെയാണോ വിഷ്ണു പാർഷദന്മാർ തിരിച്ചയച്ചത്, മാർക്കണ്ഡേയന്റെ അടുത്തുനിന്ന് എങ്ങനെയാണോ മഹാദേവൻ കാലനെ തിരിച്ചയച്ചത് അല്ലെ, അതുപോലെ ഇവളുടെ അടുത്ത് വന്നിരിക്കുന്ന കാലനെ എങ്ങനെയെങ്കിലും അകറ്റേണ്ടതാണെന്ന് അദ്ദേഹം വിചാരം ചെയ്തു. എങ്ങനെയെങ്കിലും ബുദ്ധിമാന്മാരായിട്ടുള്ളവര് വന്നു ചേർന്നിരിക്കുന്ന അകാല മൃത്യുവിനെ അകറ്റേണ്ടതാണ്. അതിനുവേണ്ടി ബുദ്ധിയും ബലവും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇനിയും ഇതൊക്കെ എത്രയൊക്കെ ചെയ്തിട്ടും അതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ അതുകൊണ്ട് അപരാധമില്ല ദേഹിക്ക്. താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടും പിന്നെയും മരണം ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അത് പിന്നെ വിധിയാണെന്ന് അതങ്ങോട്ട് നിശ്ചയിക്കുക. പക്ഷെ താൻ ചെയ്യേണ്ടത് ചെയ്യണം. താൻ പാതി, ദൈവം പാതി. അപ്പോ യദ്യസൗ ന നിവർത്തേത നാപരാധോസ്തി ദേഹിനഃ. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിശ്ചയിച്ചു, എന്റെ പുത്രന്മാരുണ്ടായാൽ അവരെ ഞാൻ ഇവന് കൊടുത്തിട്ട് ഈ കൃപണയായ ദീനയായ ഇവളെ ഞാൻ രക്ഷിക്കും, മൃത്യുവിൽ നിന്ന് മോചിപ്പിക്കും. ഇനി കുട്ടികൾ ഉണ്ടായാലല്ലേ. അതിനു മുമ്പ് ഈ കാലൻ തന്നെ പോയാൽ എന്താ സംഭവിക്കുക? മൃത്യുർവ ന മ്രിയേത ചെയ്ത്, ഈ മൃത്യുവായിരിക്കുന്ന കംസൻ തന്നെ മരിച്ചു പോകും എന്നും വരാം. അപ്പൊ അതൊക്കെ ഈശ്വര നിശ്ചയമാണ്. നാളെ വരാനുള്ളത് നാളെ കാണാം. ഇനി വിപര്യോ വാ കിംന സ്യാത് ഗതിർദാതുർ ദുരത്യയ ഉപസ്ഥിതോ നിവർത്തേത നിവൃത്ത പുനരാപതേത്. ഇനി വിപര്യമായിട്ടുള്ളത് സംഭവിക്കാം. എന്നുവെച്ചാൽ അശരീരി പറഞ്ഞത് എന്താണ്? ദേവകിയുടെ 8ാമത്തെ മകൻ ഇവളെ കൊല്ലുമെന്നുള്ളതാണ്. അത് എന്താ പറയുക, ധാതുഹു ഗതി. അതാണ് ദാതാവിന്റെ ഗതിയെങ്കിൽ അത് ആർക്ക് മാറ്റാൻ പറ്റും? ദുരത്യയമാണ്. ആ 8ാമത്തെ പുത്രനെ കൊണ്ടാണ് ഇവൻ കൊല്ലപ്പെടേണ്ടതെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. അപ്പൊ ദേവകി ജീവിച്ചിരിക്കും, ദേവകിക്ക് 8ാമത്തെ കുട്ടി ഉണ്ടാവും, ആ 8ാമത്തെ കുട്ടി ഇവനെ കൊല്ലും എന്നുള്ളത് തീർച്ചയായിട്ടും സംഭവിക്കും. അപ്പൊ അത് നോക്കാം. അതെന്തായാലും ഈശ്വര നിശ്ചയമല്ലേ, അശരീരിയല്ലേ പറഞ്ഞിരിക്കുന്ന വിധിയല്ലേ, അതങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ ഇപ്പോ താൻ ഇവളെ എങ്ങനെയെങ്കിലും ഈ മൃത്യുവിന്റെ വായിൽ നിന്ന് മോചിപ്പിച്ചേ പറ്റൂ. വന്നു ചേർന്നതിനെ നിവർത്തിക്കുക. പിന്നെ വന്നു ചേരുകയാണെങ്കിൽ അപ്പൊ വഴി പോലെ നടക്കട്ടെ, കാണാം, കാണാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല, അത് കാണാം. ഇപ്പൊ താൻ ചെയ്യേണ്ടത് എന്താണ്? അപ്പൊ ഇങ്ങനെ 50ാം ശ്ലോകം വരെ നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്തതാണ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. നമ്മുടെ ഉള്ളിൽ ഇത് പുസ്തകം വായിക്കുമ്പോൾ ഇതൊക്കെ തെളിഞ്ഞ് വരട്ടെ. ഒട്ടും സംശയമില്ലാതെ ഈ പദങ്ങളുടെയൊക്കെ അർത്ഥം തെളിഞ്ഞു വരട്ടെ. വായിക്കും തോറും കൂടുതൽ കൂടുതൽ വ്യക്തതയുണ്ടാകട്ടെ. നമുക്ക് തുടരാം. 51ാം ശ്ലോകം മുതൽക്ക്. അഗ്നേർയദാ ദാരുവിയോഗയോഗയോഃ അദൃഷ്ടതോന്യന്ന നിമിത്തമസ്തി ഏവം ഹി ജന്തോരപി ദുർവിഭാവ്യഃ ശരീരസംയോഗ വിയോഗഹേതുഃ. അഗ്നേർയദാ ദാരുവിയോഗയോഗയോഃ അദൃഷ്ടതോന്യന്ന നിമിത്തമസ്തി ഏവം ഹി ജന്തോരപി ദുർവിഭാവ്യഃ ശരീരസംയോഗ വിയോഗഹേതുഃ. അദൃഷ്ടം എന്നുള്ളതായിട്ടുള്ള ആ ഒരു കാര്യം, അദൃഷ്ടം തന്നെയാണ് ദൈവം, വിധി എന്നൊക്കെ പറയുന്ന പര്യായ ശബ്ദങ്ങളാണ്.
അദൃഷ്ടം എന്നാൽ കർമ്മഫലം, പ്രാരബ്ധം എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. അത് ദർശിക്കാൻ പറ്റാത്തത് കൊണ്ട്, ഇന്നത് എന്ന് നമുക്ക് കാണാൻ കഴിവില്ലാത്തത് കൊണ്ട് അതിനെ അദൃഷ്ടം എന്ന് പറയുന്നു. അപ്പൊ അദൃഷ്ടത അന്യത് നിമിത്തം നാസ്തി. അദൃഷ്ടമല്ലാതെ അതിൽ നിന്ന് അന്യമായിട്ട് വേറൊരു കാരണമില്ല. അപ്പൊ അദൃഷ്ടം എന്ന് പറഞ്ഞാല് യാദൃച്ഛികമായിട്ടുള്ളതല്ല, ഒന്നും ആക്സിഡന്റലായിട്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് വിധി എന്നും കർമ്മബലം എന്നും പ്രാരബ്ധം എന്നും ദൈവം എന്നും പല പര്യായം കൊണ്ട് പറയുന്നു. അപ്പൊ ആ ദൈവം തന്നെയാണ് അഥവാ വിധി തന്നെയാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ പൂർവകർമ്മങ്ങളുടെ ഫലം, നമ്മൾ ചെയ്തിട്ടുള്ള പൂർവകർമ്മങ്ങളുടെ ഫലമാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കൊക്കെ കാരണം. വേറൊരു നിമിത്തം ഇല്ല. അതിനൊരു ദൃഷ്ടാന്തം പറയാണ്, അഗ്നേഹേ യഥാ ദാരുവിയോഗ യോഗയോഹോ. അഗ്നി, കാട്ടില് അഗ്നി പിടികൂടിക്കഴിഞ്ഞാല് അതിന്റെ അടുത്തുള്ളതായിട്ടുള്ള ദാരു, അകലെയുള്ളതായിട്ടുള്ള ദാരു, അതാണ് യോഗം വിയോഗം. വിയോഗം എന്ന് പറഞ്ഞാൽ ദൂരെയിരിക്കുന്ന ദാരു, ദൂരെയിരിക്കുന്ന വൃക്ഷം. യോഗം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന വൃക്ഷം. അടുത്തിരിക്കുന്ന വൃക്ഷത്തെയോ അകലെയിരിക്കുന്ന വൃക്ഷത്തെയോ ഏതിനെയാണ് ഈ കാട്ടുതീ ബാധിക്കുക എന്നുള്ളതിന് ഒരു നിശ്ചയമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. കാട്ടുതീ പിടികൂടിക്കഴിഞ്ഞാല് ആ തീ ഇപ്പൊ എവിടെയുണ്ടോ അതിന്റെ അടുത്തുള്ളതായിട്ടുള്ള വൃക്ഷങ്ങൾ ചിലപ്പോൾ കത്താതിരിക്കാം, ദൂരെയുള്ള വൃക്ഷത്തിലേക്ക് തീ പടർന്നു പിടിക്കാം. അതാ കാറ്റാണ് അതിനെ കൊണ്ടുപോകുന്നത്. വളരെ വേഗത്തിൽ കാറ്റ് ഇവിടുത്തുള്ള തീയിനെടുത്ത് ദൂരേക്ക് അങ്ങോട്ട് ഇടും, അടുത്തുള്ളതിനെ സ്പർശിക്കുക പോലും ഇല്ല. അപ്പൊ കാട്ടുതീ കൊണ്ട് ആ കാട് കത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എവിടുന്ന് കാട്ടുതീ ആരംഭിച്ചോ അവിടെ ചുറ്റുമുള്ളതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ അപ്പോഴും നിൽപ്പുണ്ടാവും. ഇത്തിരി ഒരു വാട്ടം ഉണ്ടാവും ചിലപ്പോൾ. അത് പിന്നെയും തുടർന്നും ജീവിക്കും. വേറെ കുറെ ദൂരെ ഉണ്ടായിരുന്ന വൃക്ഷങ്ങളൊക്കെ അതാ കത്തി നശിച്ചു പോയി, ഭസ്മമായിപ്പോയി. അപ്പോ കാട്ടുതീ പുറപ്പെട്ടു കഴിഞ്ഞാല് ആർക്കെങ്കിലും ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ആ തീയിന്റെ പ്രഭവസ്ഥാനത്ത് ചുറ്റുമുള്ളതായിട്ടുള്ള ഇന്ന വൃക്ഷങ്ങൾ മാത്രമേ അത് കത്തിപ്പിടിക്കുള്ളൂ, ദൂരെയുള്ള വൃക്ഷങ്ങളിലേക്ക് പിടിക്കില്ല എന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? അതിന് യോഗവിയോഗങ്ങളൊന്നും പ്രശ്നമല്ല. സമീപസ്ഥം ദൂരസ്ഥം എന്നുള്ളതായിട്ടുള്ള വ്യത്യാസമില്ല. അതിനൊരു അദൃഷ്ട ശക്തിയുണ്ട്. ആ അദൃഷ്ടം ഇവിടെ കാറ്റാണ് പ്രവർത്തിപ്പിക്കുക. എന്നതുപോലെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും അദൃഷ്ടം കാലത്തിൽ വന്നു ചേർന്ന്. കാറ്റിന്റെ രൂപത്തിൽ കാലം വരും. അദൃഷ്ടം വന്ന് നമ്മുടെ മരണം സംഭവിക്കുന്നത് കാലത്തിലും അകാലത്തിലും സംഭവിക്കാം. എന്ന് വെച്ചാൽ ചിലപ്പോ ബാലന്മാർ മരിച്ചു എന്ന് വരും, ചിലപ്പോ വൃദ്ധന്മാര് കുറെ കാലം ജീവിച്ചിരുന്നു എന്ന് വരും. വൃദ്ധന്മാരായി അവരെന്താ മരിക്കാത്തത് എന്ന് പറഞ്ഞ് നമ്മൾ ആവലാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് സമയമാകുമ്പോഴേ മരിക്കാൻ പറ്റുള്ളൂ. അയ്യോ ബാലന്മാരെന്താ പെട്ടെന്ന് പോയത് എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടും കാര്യമില്ല. അദൃഷ്ടമാണ് അതിന് കാരണം. ബാലന്മാർ മരിക്കാനുള്ള കാരണം അദൃഷ്ടന്മാർ, വൃദ്ധന്മാർ ജീവിച്ചിരിക്കാനുള്ള കാരണവും അദൃഷ്ടം തന്നെ. അപ്പൊ ഇങ്ങനെ ആര് ആദ്യം മരിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പോ ഇങ്ങനെ ഓരോരുത്തരുടെയും മരണത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി, അത് പൂർവകർമ്മങ്ങളുടെ ഫലമായിരിക്കുന്ന അദൃഷ്ടമാകുന്നു. അതാണ് അദൃഷ്ടത്തോ അന്യത് ന നിമിത്തം അസ്തി. അപ്പൊ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ജീവിതത്തിൽ വേറെ ആരെയും കുറ്റം പറയണ്ട, അവനവന്റെ അദൃഷ്ടത്തെ പറഞ്ഞാൽ മതി. അവനവന്റെ അദൃഷ്ടം അവനവനുണ്ടാക്കിയ ഡെപ്പോസിറ്റ് തന്നെയാണ്. നമ്മൾ ജന്മജന്മാന്തരങ്ങളിൽ ആർജിച്ച സഞ്ചിത കർമ്മങ്ങൾ തന്നെയാണ് പ്രാരബ്ധ രൂപത്തിൽ പാകപ്പെട്ടു വരുന്നത്. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ അദൃഷ്ടത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അദൃഷ്ടത്തില് നല്ലത് ഡെപ്പോസിറ്റ് ചെയ്യൂ. നിങ്ങളുടെ നാളേകൾ ശോഭനമായിരിക്കാനായിക്കൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങളുടെ ഡെപ്പോസിറ്റായി മാറട്ടെ, അദൃഷ്ടത്തിലേക്കുള്ള ഡെപ്പോസിറ്റായി മാറട്ടെ. നാളെ സുഖം വേണോ? ഇന്ന് നന്മ ചെയ്യൂ. ഇന്ന് നിങ്ങൾ പാപം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നാളത്തെ നിങ്ങളുടെ അദൃഷ്ടം ഈ പാപസഞ്ചയമായിരിക്കും. അതുകൊണ്ട് ദുഃഖം മാറിപ്പോവുകയില്ല, ദുരിത പരമ്പരകൾ വന്നു ചേരും. ഇതാണ്
കർമ്മനിയമം. ഇത് മനസ്സിലാക്കി ജീവിക്കുക, ബുദ്ധിപരമായി ജീവിക്കുക. എല്ലാവരും ഇത് മനസ്സിലാക്കി ജീവിച്ചാൽ ഈ ലോകം നല്ലൊരു സ്വർഗമായിട്ട് മാറും. ഏവം ഹി ജന്തോരപി ദുർവിഭാവ്യ ശരീര സംയോഗ വിയോഗ ഹേതു. ഏവം ഇപ്രകാരം തന്നെയാണ് ജന്തോഹോ ശരീര സംയോഗ വിയോഗ ഹേതു. ജന്തുക്കളുടെ ശരീരത്തിന്റെ സംയോഗവും വിയോഗവും, ജനന മരണങ്ങളെക്കുറിച്ച് ഒരാൾക്ക് ഇന്ന ശരീരം എടുക്കുക, ഇന്ന കാലത്ത് അത് ഉപേക്ഷിക്കുക, മരണം സംഭവിക്കുക എന്നുള്ളതെല്ലാം ദുർവിഭാവ്യ, വിഭാവന ചെയ്യാൻ പ്രയാസമാണ്. കാരണം അദൃഷ്ടമാണത് തീരുമാനിക്കുന്നത്. അദൃഷ്ടമായതുകൊണ്ടാണ് ദുർവിഭാവ്യ എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് ഈ അദൃഷ്ടം. നമ്മൾ എത്ര ജന്മങ്ങളിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ സാധ്യമല്ല. അതിപ്പോ ഏത് ദൈവജ്ഞന്മാരെ കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ നോക്കിച്ചാലും, ഏത് അഗസ്ത്യ നാഡി പരിശോധനാ കേന്ദ്രത്തിൽ പോയിട്ട് നമ്മുടെ നാഡി ഇത് നോക്കി അല്ലെ ഓലയെടുത്ത് നമ്മുടെ ജന്മാന്തരങ്ങളെ കുറിച്ച് പഠിച്ചാലും വായിച്ചാലും ഒന്നും പൂർണ്ണമാവൊന്നുമില്ല. ചില ഊഹാപോഹങ്ങൾ അവർ തട്ടിവിടും അല്ലെ. ഇനി വേറെ എന്തൊക്കെയുണ്ട്? ഹസ്തരേഖാശാസ്ത്രം, നിമിത്ത ശാസ്ത്രങ്ങള്, തത്തമ്മയെ കൊണ്ട് കാർഡ് എടുപ്പിക്കല്, ചീട്ടെടുപ്പിക്കല്, എന്നിട്ടൊക്കെ അല്ലെ ഭാവി പ്രവചിക്കുക. പണ്ടൊക്കെ നാട്ടിലൊക്കെ നമ്മുടെ പാലക്കാട് ഭാഗത്ത് ചില പ്രത്യേക വിഭാഗത്തിലുള്ള ഒരാൾക്കാർ വരും, ഒരു കുടുകുടു കുടുകുടു എന്ന് പറഞ്ഞിട്ട് ബാക്കി കുടുകുടു പാണ്ടി, കോടങ്കി എന്നൊക്കെ പറയും. അവര് ആളുകളുടെ മുഖം നോക്കി പറയും നല്ല കാലം വരപ്പോറത്, നല്ല കാലം വരപ്പോറത് എന്ന് പറഞ്ഞുകൊണ്ടാ വരിക. അവർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ, വസ്ത്രങ്ങളോ അരിയോ ഭക്ഷണമൊക്കെ കൊടുത്താൽ അവർ നമ്മുടെ മുഖം നോക്കി ലക്ഷണം പറയും. എന്തൊക്കെയാ വരാൻ പോണത്, എന്തൊക്കെയാ കഷ്ടപ്പാടുകൾ വരാൻ പോകുന്നെല്ലാം സൂചിപ്പിക്കും. ഇപ്പൊ അവരൊക്കെ പാവങ്ങള് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നില്ല, വന്നിട്ട് കാര്യമില്ല തോന്നുന്നു. എന്തായാലും അവരെയൊക്കെ ഓടിച്ചു വിട്ടു. അപ്പോ ഇവർക്കൊന്നും കാണാത്തത് ഒരുപാടുണ്ട്. അതാണ് അദൃഷ്ടം. ഈ പറയുന്ന ഈ പല ശാസ്ത്രങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ അതിക്രമിച്ചുകൊണ്ടാണ് അദൃഷ്ടം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരൊക്കെ പറയും, ഇതിപ്പോ ഞങ്ങൾ കാണുന്നത് പറയണു, ഞങ്ങളുടെ കഴിവിനനുസരിച്ച് പറയണു, ബാക്കിയൊക്കെ ഈശ്വര നിശ്ചയമാണ്, അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തായാലും നല്ലോണം പ്രാർത്ഥിച്ചോളൂ അല്ലെ, ഭഗവാനെ മുറുക്കെ പിടിച്ചോളൂ എന്ന് ഇവരൊക്കെ പറയും. അപ്പൊ ആ ഭഗവാനെ പിടിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മാമനുസ്മര യുദ്ധ്യച്ച, എന്നെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച പണി നിങ്ങൾ ചെയ്യുക. സ്വകർമ്മണാ തമഭ്യർച്ച്യ, ഓരോരുത്തരുടെയും വിധിച്ച കർമ്മങ്ങളെ അവനുള്ള അർച്ചനയാക്കി മാറ്റുക. അപ്പൊ അദൃഷ്ടത്തില് നമുക്ക് നല്ല പുണ്യം സഞ്ചയിക്കാം. ഈ പുണ്യം തന്നെയാണ് അദൃഷ്ടമായിട്ട് ഭവിക്കേണ്ടത്. പാപം അദൃഷ്ടമായിരുന്നാൽ നമ്മുടെ ജീവിതം കഷ്ടമായി പോകും. അപ്പോ അഗ്നേർയദാ ദാരുവിയോഗയോഗയോഹോ അദൃഷ്ടതോന്യെന്ന നിമിത്തമസ്തി ഏവം ഹി ജന്തോരപി ദുർവിഭാവ്യ ശരീര സംയോഗ വിയോഗ ഹേതു. ഒരാളുടെ ജനന മരണങ്ങൾ നിശ്ചയിക്കുന്നത് അദൃഷ്ടമാകുന്നു. ഏവം വിമൃശ്യതം പാപം യാവദാത്മനിദർശനം പൂജയാമാസ വൈ ശൗരിഃ ബഹുമാന പുരസ്സരം. ഏവം വിമൃശ്യതം പാപം യാവദാത്മനിദർശനം പൂജയാമാസ വൈ ശൗരിഃ ബഹുമാന പുരസ്സരം. ഏവം യാവദാത്മനിദർശനം വിമൃശ്യ. ഏവം ഇപ്രകാരം, യാവത് എത്രത്തോളമാണോ ആത്മനിദർശനം തനിക്ക് ദർശിക്കാൻ കഴിയുന്നത്, തനിക്ക് നന്നായി കാണാൻ കഴിയുന്നത്, അതാണ് ആത്മനിദർശനം. തന്റെ ബുദ്ധിയെ കൊണ്ട് എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഒരു ഉപായം കണ്ടെത്തിയതാണ്, ഇതാണ് നിദർശനം. നല്ലതുപോലെ കാര്യാകാര്യങ്ങളെക്കുറിച്ച് വിചാരം ചെയ്ത് കണ്ടെത്തിയതായിട്ടുള്ള മാർഗം, അതിനെ വിമൃശ്യ നല്ലതുപോലെ ആലോചിച്ച് ശൗരിഹി പാപം തം ബഹുമാന പുരസ്സരം പൂജയാമാസ. ആ ശൂരസേനപുത്രനായ വസുദേവർ പാപം തം,
പാപിയായ മഹാപാപിയായ അനിയത്തിയെ കൊല്ലാനായി ഒരുമ്പിട്ട് നിൽക്കുന്നവനായിട്ടുള്ള അവനോട് ആ കംസനെ ബഹുമാന പുരസ്സരം പൂജയാമാസ, വളരെ ബഹുമാനത്തോടുകൂടി തന്നെ പൂജിച്ചു. തന്റെ ഭാര്യയുടെ ജ്യേഷ്ഠ സഹോദരനാണ്, വളരെ മുതിർന്ന സഹോദരനാണ്. അപ്പൊ വസുദേവർക്കും ഒരു ജ്യേഷ്ഠ തുല്യം തന്നെയാണ് കംസൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വേണ്ട പോലെ ബഹുമാനിച്ചുകൊണ്ട് വസുദേവർ അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്ന ദാനം, വാഗ്ദാനം ഇവിടെ എന്താ കൊടുക്കുന്നത് നോക്കാം. വസുദേവ് പ്രസന്നവദനാംബോജോ നൃശംസം നിരപത്രപം മനസാദൂയമാനേന വിഹസന്നിദം അബ്രവീത്. പ്രസന്നവദനാംഭോജോ നൃശംസം നിരപത്രപം മനസാദൂയമാനേന വിഹസൻ ഇതമബ്രവീത്. വസുദേവരെ വിശേഷിപ്പിച്ചതാണ് പ്രസന്നവദനാംബോജ ദൂയമാനേന മനസ വിഹസന്. ഇപ്പോ പ്രസന്നവദനാംബോജ, വദന അംബുജത്തെ മുഖകമലത്തെ വസുദേവരെ പ്രസന്നമാക്കി, ഉള്ളിൽ തീരുമാനിച്ചുറച്ചു. അപ്പൊ താൻ പറയുന്ന വാക്കുകൾ സംശയത്തിൽ നിന്ന് പറയുന്നതല്ല, ദൃഢമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് പറയുകയാണ്, മനസ്ഥൈര്യത്തോടുകൂടി പറയുകയാണ്, ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ്. അങ്ങനെ പറഞ്ഞാലേ കേൾക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. അല്ലാതെ ശങ്കിച്ച് പറയുകയാണെങ്കിൽ ഈ വാക്കിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കേൾക്കുന്നവർ വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എന്ത് പറയണോ ഒരു സത്യം ചെയ്യുമ്പോൾ അതിലൊരു നിശ്ചയഭാവം കാണിക്കണം, ഒരു കുലുക്കമില്ലായ്മ കാണിക്കണം. അപ്പൊ ആ ദൃഢനിശ്ചയത്തെ സൂചിപ്പിച്ചുകൊണ്ട് പ്രസന്ന വദനാംബോജനാക്കിക്കൊണ്ട്, എന്നാൽ ദൂയമാനേന മനസ്സ് ദൂയമാനമാണ്. ദൂയമാനം എന്ന് പറഞ്ഞാൽ വളരെയധികം വേദനിക്കുന്നത്, ദുഃഖിക്കുന്നത് എന്നൊക്കെ അർത്ഥം. പെട്ടയ്ക്കുന്ന മനസ്സോട് കൂടിയിട്ട്, കാരണം താൻ കൊടുക്കാൻ പോകുന്ന വാക്ക് എന്നുള്ളത് വലിയ ഒരു സംഭവമാണ്. തന്റെ മക്കളെ എന്താ പറയുക, വധിക്കാനായിട്ട് കൊടുത്തുകൊള്ളാമെന്നാ പറയാൻ പോണത്. അതും സത്യസന്ധനായിട്ടുള്ള ഒരാളാണ് വസുദേവര്. അദ്ദേഹത്തിന് പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്രതമാണ്. അപ്പോ സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ വളരെ വിഷമമുള്ള കാര്യമാണ്. എന്നും നുണ പറയുന്ന ആളുകൾക്ക് ഏത് നുണയും എങ്ങനെ വേണമെങ്കിൽ കൂളായിട്ട് പറയാൻ പറ്റും, മനസ്സിൽ യാതൊരു സങ്കോചവും ഇല്ലാതെ പറയാം. കാരണം എന്നും നുണ പറഞ്ഞ് ശീലമാണ്. അവർക്കെന്ത് മടി, എന്ത് ഉളുപ്പ്, ഇച്ചിരി അല്ലെ നാണം, സങ്കോചം ഒന്നും ഉണ്ടാവില്ല. ഇഷ്ടംപോലെ നുണയാണ് അവരുടെ വായിൽ വരുന്നത്. സത്യം പറയാറില്ല അല്ലെ? പലരെ കുറിച്ചും പറയാറുണ്ട്, വായ തുറക്കുന്നത് ഒന്നുകിൽ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നുണ പറയാൻ. രണ്ടു കാര്യത്തിന് മാത്രം വായ പൊളിക്കുന്നവര്. അപ്പൊ അവർക്ക് സങ്കോചം ഉണ്ടാവില്ല. ഇവിടെ സത്യസന്ധനായിട്ടുള്ള വസുദേവരെ സംബന്ധിച്ച് ദൂയമാനേന മനസാ, എന്നാൽ വിഹസൻ, ചിരിച്ചുകൊണ്ട്, ചിരി പ്രകടിപ്പിച്ചുകൊണ്ട്, അതൊരു ആത്മവിശ്വാസത്തെ, ധൈര്യത്തെ അവലംബിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുകയാണ് കംസനിൽ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി. കംസനോ നൃശംസം നിരപത്രപം, ക്രൂരകൃത്യം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ദുഷ്ടനാണ് നൃശംസൻ. നിരപത്രപൻ, അല്പം പോലും ലജ്ജയില്ലാത്തവൻ. അങ്ങനെയുള്ളവനോട് ഇതം അബ്രവീത്, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. വസുദേവരുടെ വാക്കുകൾ. വസുദേവ ഉവാച നഹ്യസ്യാസ്തേ ഭയം സൗമ്യ യദ്വാഗാഹ അശരീരിണീ പുത്രാൻ സമർപ്പയിഷ്യസ്യാഹ യതസ്തേ ഭയമുത്ഥിതം. വസുദേവ ഉവാച നഹ്യസ്യാസ്തേ ഭയം സൗമ്യ യദ്വാഗാഹ അശരീരിണീ പുത്രാൻ സമർപ്പയിഷ്യസ്യാഹ യതസ്തേ ഭയമുത്ഥിതം. വസുദേവര് കംസനെ സംബോധന ചെയ്യുന്നത് തന്നെ സൗമ്യ, വളരെ സാധുശീലനായവനെ, സൗമ്യഭാവമുള്ളവനെ, പ്രിയപ്പെട്ടവനെ, പ്രിയദർശന എന്നൊക്കെ അർത്ഥത്തിലാണ് സൗമ്യ. പ്രിയ സ്നേഹിത, പ്രിയ ബന്ധോ എന്നൊക്കെ അർത്ഥത്തില് സൗമ്യ. യത് വാഗ് ആഹ അശരീരിണി, അശരീരിണി വാക്ക്, യത് ആഹ അശരീരിണി വാക്ക്, വാക്കിനെ വിശേഷിപ്പിച്ചതാണ് അശരീരിണി, ശരീരമില്ലാത്തതായിട്ടുള്ള ആ വാക്ക്.
ആകാശത്തുനിന്ന് കേട്ടതായിട്ടുള്ള ആ വാക്കുണ്ടല്ലോ, യത് ആഹ എന്ത് പറഞ്ഞുവോ അതെന്താണ്? അസ്യാഹ തേ ഭയം നഹി, അസ്യാഹ ഇവളിൽ നിന്ന് തേ ഭയം നഹി. ഈ ദേവകി അങ്ങയെ വധിക്കുന്ന അശരീരി പറഞ്ഞില്ലല്ലോ. അപ്പൊ ദേവകിയെ പേടിക്കുന്നത് എന്തിനാണ്? ദേവകി വധിക്കുന്നതാണ് അശരീരി പറഞ്ഞതെങ്കിൽ അങ്ങ് ചെയ്യുന്നത് ന്യായം. ദേവകിയല്ല അങ്ങയുടെ ഭയസ്ഥാനം, അത് ഉറപ്പാണ് ആ വാക്കിൽ നിന്ന്. അതുകൊണ്ട് യതഃ തേ ഭയം ഉത്തിതം അസ്യാഹ പുത്രാൻ സമർപ്പയിഷ്യേ. യതഃ യാതൊരുവരിൽ നിന്നാണ്, എവിടെ നിന്നാണ് തേ ഭയം ഉത്തിതം അങ്ങേക്ക് ഭയമുണ്ടായിരിക്കുന്നത്? യാതൊരുവർ നിമിത്തമായിട്ടാണ് അങ്ങേക്ക് ഭയമുണ്ടായത്. അങ്ങനെയുള്ളത് ആരാണ്? അസ്യാഹ പുത്രാൻ, ആ ഇവരുടെ പുത്രന്മാരെ സമർപ്പയിഷ്യേ അങ്ങേക്ക് സമർപ്പിക്കാം. അപ്പോ അങ്ങേക്ക് ഇവളുടെ പുത്രന്മാരെയല്ലേ ഭയം? അതും വേണമെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ 8ാമത്തെ പുത്രൻ എന്ന് പറയാം. പക്ഷേ വസുദേവര് ഇനി നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഇനിയും അവിശ്വാസം നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റ വാക്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. ഇനിയും അദ്ദേഹം ചോദിക്കാനും സംശയിക്കാനും ഇടകൊടുക്കാൻ പാടില്ല. 8ാമത്തെ കുട്ടിയിൽ നിന്നല്ലേ അങ്ങേക്ക് ഭയം? ആ 8ാമത്തവനെ ഞാൻ തന്നുകൊള്ളാമെന്ന് മാത്രമാണ് വസുദേവർ പറഞ്ഞതെങ്കിൽ കംസൻ പിന്തിരിയില്ല. കംസൻ ചോദിക്കും, ഈ 8ാമത്തവനെ എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? ആരാണ് 8ാമത്തവൻ എങ്ങനെ പറയാ? ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് 8ാമനാക്കി മാറ്റാം ഓരോരുത്തരെയും. 8 കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് തിരിച്ചെണ്ണിയാൽ 1ാമൻ 8ാമനാവും. വട്ടത്തിൽ നിർത്തി എണ്ണിയാൽ ആരെ വേണമെങ്കിൽ 8ാമനാക്കാം. ഇനി നിനക്ക് രഹസ്യമായിട്ട് കുട്ടികൾ ഉണ്ടായാൽ നീ എന്നോട് പറയാതിരുന്നാൽ 8ാമൻ എങ്ങനെ ഞാൻ അറിയാം? അപ്പൊ അതുകൊണ്ട് ഒരുപാട് സംശയങ്ങൾക്ക് കാരണമാകും. മാത്രമല്ല ഏറ്റവും വലിയ സംശയം എന്താ ഉണ്ടാവുക? 7 കുട്ടികളെ കൊല്ലാതെ ഇരുന്നാൽ 8ാമനെ രക്ഷിക്കാൻ ആ 7 പേര് തന്നെ ധാരാളം മതിയാവും. 8ാമത്തെ അനുജനെ ഈ കംസൻ കൊല്ലാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മുമ്പേ ജനിച്ച 7 പേരുണ്ട്. അവര് ശക്തന്മാരാണെങ്കിൽ അവര് തടയില്ലേ? അവര് വേലികെട്ടില്ലേ? 8ാമനെ രക്ഷിക്കാനായിക്കൊണ്ട് അവർ കവചം തീർക്കില്ലേ? അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 8ാമൻ ദുർബലനായിരിക്കണം. ബന്ധുബലം ഉണ്ടാവാൻ പാടില്ല, സഹോദര ബലം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതൊക്കെ കംസൻ ചിന്തിക്കും. അതുകൊണ്ട് വീണ്ടും വീണ്ടും പിന്നെയും നീട്ടിക്കൊണ്ടു പോണ്ടി വരും. അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന് അവിവേകം തോന്നിയാൽ ഒരു വെട്ടും വെട്ടിയാൽ പണിയും കഴിഞ്ഞു, പിന്നെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം ഇയാളുടെ പിടിയിൽ നിന്ന് തന്റെ ഭാര്യയെ രക്ഷിക്കുക എന്നുള്ളത് വസുദേവർക്ക് അവിടെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതലായിട്ട് ഇനി ഒന്നും ചെയ്യാനുമില്ല. കംസനെ കൺവിൻസ് ചെയ്യിക്കാൻ ഇനി ഇതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനുമില്ല. സത്യസന്ധനായിട്ടുള്ള വസുദേവരെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് ആർക്ക്? കംസന്. ഇത്രയും കാലത്തെ ബന്ധമുണ്ട്. തന്റെ മറ്റ് സഹോദരിമാരെയൊക്കെ വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്. തങ്ങളുടെ സാമന്തന്മാരാണ്, ബന്ധുക്കളാണ്. ഭോജന്മാരും വൃഷ്ണികളും തമ്മിൽ കസിൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്രയും അടുപ്പമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വസുദേവരുടെ ഗുണത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ്. അപ്പോ ആ ഒരു വിശ്വാസം ജനിപ്പിച്ചുകൊണ്ട്, ഉറപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിച്ചുകൊണ്ട് അങ്ങേക്ക് ആരിൽ നിന്നാണോ ഭയം, ആ ഇവളുടെ മക്കള് എല്ലാവരെയും ജനിക്കുന്നവരെയൊക്കെ അങ്ങേക്ക് സമർപ്പിച്ചു കൊള്ളാം. ഇവളെ കൊല്ലരുത്, ഇവള് കൊല്ലുമെന്ന് അശരീരി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവളെ വെറുതെ വിടുക. ഇനി അശരീരി ശരിയാവണമെങ്കിൽ ഇവള് ജീവിച്ചിരിക്കണമല്ലോ, അല്ലേ? ഇവളെ തന്നെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ അശരീരിക്ക് എന്തർത്ഥമാണുള്ളത്? അപ്പൊ അങ്ങ് ചെയ്തത് വിഡ്ഢിത്തരമില്ലേ? വിഡ്ഢിത്തരമില്ലേ? അർത്ഥമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി സഹോദരിയെ കൊന്നു വരില്ലേ? അപ്പോ അശരീരി സംഭവിക്കണമെങ്കിൽ, ഇവൾക്ക് 8ാമത്തെ പുത്രൻ ഉണ്ടാവണമെങ്കിൽ ഇവൾ ജീവിച്ചിരിക്കണം. അതല്ല അങ്ങ് ഇവളെ ഇപ്പൊ തന്നെ കൊന്നുകളയുകയാണെങ്കിൽ അശരീരി വെള്ളത്തിൽ വരച്ച വരയാണ്, അർത്ഥമില്ലാത്ത വാക്കാണ്. അപ്പൊ അങ്ങയുടെ സഹോദരിയെ കാരണമില്ലാതെ കൊന്നു.
വൃഥാ കൊന്നു, ആ ദോഷവും അങ്ങേക്ക് വന്നു ചേരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വാക്കുകളിൽ അടങ്ങിയിരിപ്പുണ്ട്. വിചാരം ചെയ്യാൻ കംസന് അല്പമെങ്കിലും കഴിയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ അവതരണം. വസുദേവ ഉവാച നഹ്യസ്യാസ്തേ ഭയം സൗമ്യ യദ്വാഗാഹ ശരീരിണി പുത്രാൻ സമർപ്പയിഷ്യസ്യാഹ യതസ്തേ ഭയമുത്ഥിതം. ശ്രീശുക ഉവാച സ്വസുർവദാത് നിവവൃതേ കംസഃ തദ്വാക്യസാരവിത് വസുദേവോപി തം പ്രീതഃ പ്രശസ്യ പ്രാവിശദ്ഗൃഹം. ശ്രീശുക ഉവാച സ്വസുർവദാത് നിവവൃതേ കംസഃ തദ്വാക്യസാരവിത് വസുദേവോപി തം പ്രീതഃ പ്രശസ്യ പ്രാവിശദ്ഗൃഹം. ശ്രീശുക ഉവാച, ശുകബ്രഹ്മർഷി തുടരുന്നു. സ്വസുഹു വദാത് നിവവൃതേ കംസഃ. കംസഃ, ആ കംസൻ, സ്വസുഹു വദാത്, തന്റെ സ്വസാവിന്റെ സഹോദരിയുടെ വധത്തിൽ നിന്ന് നിവവൃതേ, നിവർത്തിച്ചു, പിന്തിരിഞ്ഞു, വിഡ്രോ ചെയ്തു. ഉള്ള മുടിയൊക്കെ കണ്ട് വലിച്ചെറിഞ്ഞ് വാളങ്ങട് അരയിൽ തിരികീന്നർത്ഥം. ആരാ? കംസഃ. എന്തുകൊണ്ട്? തത് വാക്യസാരവിത്ത്, അവന്റെ വാക്കിലുള്ള സാരത്തെ അറിയുന്നവനായതുകൊണ്ട്. ഒരുപാട് സാരമുള്ള വാക്കാണ് വസുദേവർ പറഞ്ഞത്. ഏത് കുട്ടികളിൽ നിന്ന് വേണമെങ്കിൽ കംസന് മരണം സംഭവിക്കാം, ഉണ്ടാവാം, അത് ഏത് വേണമെങ്കിൽ എട്ടാമനാവാം എന്നൊക്കെയുള്ളതായിട്ടുള്ള സാരം അടങ്ങിയിരുന്നത് കൊണ്ടാണ് എല്ലാ കുട്ടികളെയും സമർപ്പിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ പൂർണ്ണ വിശ്വാസമുള്ള ആ കംസൻ സഹോദരിയുടെ വധത്തിൽ നിന്ന് പിൻവാങ്ങി. ഇവളെ കൊല്ലുന്നത് തന്റെ ഒരു ഏറ്റവും നീചമായിട്ടുള്ളൊരു കർമ്മമായി മാറും എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു. വസുദേവോപി തം പ്രീതഃ പ്രശസ്യ പ്രാവിശത് ഗൃഹം. വസുദേവനോ പ്രീതഃ, ആശ്വാസമായി, തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. അപ്പോ ആ തന്റെ വാക്കിനെ വിശ്വസിച്ച കംസനോട് പ്രീതി പ്രകടിപ്പിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ പ്രീതിയോടെ പെരുമാറിയാൽ ചിലപ്പോൾ നാളേക്ക് മനസ്സ് മാറി നല്ലവനായാൽ അതുമുണ്ട്. അപ്പോ വസുദേവരുടെ ഉള്ളില് ശത്രുത വെക്കാതെ തന്നെ പ്രീതനായിക്കൊണ്ട് പ്രശസ്യ, അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കറിയാം അങ്ങയെ, അങ്ങേക്കിത് ചെയ്യാൻ കഴിയില്ല എന്നറിയാം. എന്തോ ഒരു ആവേശത്തിൽ അങ്ങ് അങ്ങനെ ചിന്തിച്ചു പോയതാണ്. എന്തായാലും എല്ലാം നല്ലതിനായി. അങ്ങയുടെ അനിയത്തി അങ്ങ് നല്ലോണം അനുഗ്രഹിക്കൂ. ഞാൻ വാക്ക് മാറില്ല കേട്ടോ, പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും എന്നൊക്കെ നല്ല വാക്കുകൾ പിന്നെയും പറഞ്ഞു എന്നർത്ഥം. പ്രശസ്യ പ്രാവിശത് ഗൃഹം. ഗൃഹം പ്രാവിശത്, അദ്ദേഹം ശൂരസേന ഗൃഹത്തിലേക്ക് വിവാഹഘോഷയാത്ര. പിന്നെ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഇങ്ങനെ ഒരു രംഗം നടന്നു കഴിഞ്ഞാൽ ആ മൂടൊക്കെ പോയി, അല്ലെ, ഉത്സാഹമൊക്കെ പോയി. എന്തായാലും എങ്ങനെയോ കംസൻ ഉപേക്ഷിച്ചു പോയി. ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ട് വസുദേവർ തിരിച്ച് ശൂരസേന ഗൃഹത്തിലേക്ക് പോയി. അങ്ങനെ ആ വിവാഹ ഘോഷയാത്ര ശൂരസേന ഗൃഹത്തിൽ എത്തിച്ചേർന്നു. എന്താ പറയുക, വസുദേവരും ദേവകിയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതം ആരംഭിച്ചു. ഇനി കഥ പുരോഗമിക്കുന്നു. അധ കാലേ ഉപാവൃത്തെ ദേവകീ സർവദേവതാ പുത്രാൻ പ്രസുഷുവേ ചാഷ്ടൗ കന്യാം ചൈവാനുവത്സരം. അധ കാലേ ഉപാവൃത്തെ ദേവകീ സർവദേവതാ പുത്രാൻ പ്രസുഷുവേ ചാഷ്ടൗ കന്യാം ചൈവാനുവത്സരം. അധ കാലേ ഉപാവൃത്തേ സതി, അങ്ങനെ കാലം ഉപാവർത്തിച്ചപ്പോൾ, കടന്നുപോയപ്പോൾ എന്നർത്ഥം. അഥവാ കാലം സമീപിച്ചപ്പോൾ, കറങ്ങി വന്നപ്പോൾ, ഒരു വർഷം പൂർത്തിയായി. അപ്പോഴേക്കോ സർവദേവതാ ദേവകീ അഷ്ടൗ പുത്രാൻ കന്യാം ച അനുവത്സരം പ്രസുഷുവേ. ഇതിവിടെ മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞു. ആദ്യം ദേവകി സർവദേവത എന്നാ പറഞ്ഞ്, എല്ലാ ദേവതകളും ദേവകിയിൽ അടങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട്?
സർവദേവതാസ്വരൂപനായ ഭഗവാനെ ഗർഭത്തിൽ ധരിച്ചവളായതുകൊണ്ട് എന്നും സർവദേവതാസ്വരൂപനായ ഭഗവാനെ ആശ്രയിച്ചവളായത് എന്നതുകൊണ്ടും ഇനി മുമ്പ് പൂർവജന്മത്തിൽ അതിഥി ആയതുകൊണ്ട് സർവദേവന്മാരെയും പ്രസവിച്ചവളാണ്, എല്ലാവരുടെയും മാതാവാണ്. അങ്ങനെ എല്ലാ ദേവതകളുടെയും മൂർത്തീഭാവമായിരിക്കുന്ന ആ ദേവകീ ദേവി എന്ത് ചെയ്തു? അഷ്ടൗ പുത്രാൻ 8 പുത്രന്മാരെയും കന്യാംച ഒരു കന്യകയെയും. അപ്പൊ കൃഷ്ണനടക്കമുള്ള 8 പുത്രന്മാര്, കന്യയായി സുഭദ്രയും. അനുവത്സരം പ്രസുഷുവെ, അനുവത്സരം വത്സരം തോറും ഓരോ വർഷത്തിലും പ്രസവിച്ചു എന്ന് മൊത്തത്തിലൊന്ന് ആമുഖമായിട്ട് ആദ്യം പറഞ്ഞു. എന്നിട്ട് പിന്നെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. അപ്പൊ ആകെ ഈ ദേവകി വസുദേവന്മാർക്ക് ദമ്പതികൾക്ക് 8 ആൺകുട്ടികളും ഒരു പുത്രിയും ഉണ്ടായി എന്ന് മൊത്തം പറഞ്ഞിട്ട് പിന്നെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. കീർത്തിമന്ദം പ്രഥമജം കംസായാനഗദുന്ദുഭിഃ അർപ്പയാമാസ കൃച്ഛ്രേണ സോനൃതാദതിവിഹ്വലഃ. കീർത്തിമന്ദം പ്രഥമജം കംസായാനഗദുന്ദുഭിഃ അർപ്പയാമാസ കൃച്ഛ്രേണ സോനൃതാദതിവിഹ്വലഃ. ആനകദുന്ദുഭിഃ, ആ വസുദേവർ വളരെ എന്താ പറയുക, ദേവന്മാരാൽ പോലും ജന്മസമയത്ത് തന്നെ പ്രശംസിക്കപ്പെട്ടവൻ. അങ്ങനെയുള്ള സത്യസന്ധനായിട്ടുള്ള ദൈവീ സമ്പത്തിന്റെ വിളനിലമായിരിക്കുന്ന ആ വസുദേവർ പ്രഥമജം ആദ്യം ജനിച്ചവനെ, പ്രഥമമായി ജനിച്ചവനെ കംസായ അർപ്പയാമാസ, കംസനായിക്കൊണ്ട് സമർപ്പിച്ചു. അപ്പൊ പ്രഥമജൻ ജനിച്ചപ്പോ തന്നെ നാമകരണവും ചെയ്തു. അതാണ് കീർത്തിമന്ദം എന്ന് പറയുന്നത്, കീർത്തിമാൻ എന്ന പേര്. അപ്പോൾ ആദ്യം തന്നെ നാമകരണം ചെയ്തു. കാരണം കുട്ടികളെ സ്മരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയുണ്ടാവുന്ന കുട്ടികളും 1, 2, 3, 4 എന്ന് സംഖ്യ വെക്കാതെ അവരെ പേര് എടുത്തു തന്നെ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഇനി ഏതെങ്കിലും കാലത്ത് തർപ്പണങ്ങൾ ബലികളൊക്കെ ചെയ്യുമ്പോൾ സങ്കല്പിച്ച് ചെയ്യാം. ഇന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പ്രത്യേകം സങ്കല്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരു സംസ്കാരം. അപ്പൊ ആ കുട്ടിയെ ഓർമ്മിക്കാനായിട്ട് നാമകരണം ചെയ്തു. ജനിച്ചപ്പോൾ തന്നെ നാമകരണം ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 10ാം ദിവസം അല്ലെങ്കിൽ 11ാം ദിവസം നാമകരണം ചെയ്യുന്ന പതിവാണ്. ആ 11ാം ദിവസം നാമകരണം ചെയ്തതിന് ശേഷം കൊണ്ട് കൊടുത്തു എന്നും വേണമെങ്കിൽ പറയാം. എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്ക് ജനിച്ചപ്പോൾ തന്നെ നാമകരണം ചെയ്ത് അപ്പൊ തന്നെ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയാം. അതാണ് നല്ലത്. കാരണം വസുദേവര് അത്രയ്ക്കും സത്യസന്ധൻ തന്നെയാണ്. അല്ലേ? നമ്മള് മുമ്പ് ഹരിശ്ചന്ദ്രന്റെ കഥ കേട്ടിട്ടുണ്ട്. നവമസ്കന്ധത്തിലും പറഞ്ഞു, രാമായണത്തില്, വാൽമീകി രാമായണത്തില് വളരെ വിസ്തരിച്ചിട്ടുണ്ട്. ഹരിശ്ചന്ദ്രന് മകനുണ്ടായാൽ വരുണന് എന്താ പറയുക ബലി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് രോഹിതനുണ്ടായപ്പോ ഓരോരോ കാരണം പറഞ്ഞ് നീട്ടി വെക്കുക. അപ്പോ വലിയ സത്യവാൻ എന്ന പേര് കേട്ട ഹരിശ്ചന്ദ്രൻ പോലും വാക്ക് പാലിക്കാൻ വൈകുന്നത് കാണാം. അതിനേക്കാൾ സത്യസന്ധനാണ് ഇവിടെ വസുദേവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനിച്ച ഉടനെ തന്നെ കുട്ടിക്ക് നാമം കൊടുത്ത് കീർത്തിമാൻ എന്ന പേര് കൊടുത്ത് കംസായ അർപ്പയാമാസ, കംസന് കൊണ്ടുപോയി അർപ്പിച്ചു. എങ്ങനെ? കൃച്ഛ്രേണ. കൃച്ഛ്രേണ മനക്ലേശത്തോടെ എന്നർത്ഥം. കൃച്ഛ്രം എന്നാൽ ക്ലേശം. അപ്പോൾ വളരെ വേദനിക്കുന്ന ഹൃദയത്തോടെയാണ് ആർക്കെങ്കിലും ആദ്യമായിട്ടുണ്ടായ കുട്ടിയെ കൊടുക്കാൻ സാധിക്കുക. ആദ്യമായിട്ടല്ല, എത്രാമത്തെ ആണെങ്കിലും സ്വന്തം സാത്വിക ഹൃദയമുള്ളവർക്ക് ആർക്കും ഈ ഒരു ക്രൂരകൃത്യത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കില്ല. പക്ഷേ എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ചിട്ടുള്ള ആളുകൾക്ക് അതിനുള്ള ഒരു ധൈര്യം വരികയാണ്. മനസ്സിൽ ബുദ്ധിമുട്ടുണ്ട്, ക്ലേശമുണ്ട്, വേദനയോടുകൂടി തന്നെയാണ് ദേവകിയും അതിന് സമ്മതിച്ചിരിക്കുന്നത്. പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. അതുകൊണ്ട് കൃച്ഛ്രേണ അർപ്പയാമാസ സോ അനൃതാത് അതിവിഹ്വലഃ. അനൃതത്തെ ഭയപ്പെടുന്നവനാണ്, വിഹ്വലനാണ് ഈ വസുദേവര്. അനൃതം എന്ന് പറഞ്ഞാൽ കളവ്, വഞ്ചന, ചതി, ഇതൊക്കെ അനൃതമാണ്. അപ്പൊ നുണ പറയുക എന്നുള്ളത് അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. എന്തു തന്നെ നഷ്ടം വന്നാലും താൻ നുണ പറയുകയില്ല, വാക്ക് പാലിക്കും.
അതിന്റെ പേരിൽ വലിയ നഷ്ടം സഹിക്കാനും തയ്യാറാണെന്നുള്ള ധീരതയാണ് ഇവിടെ. അപ്പോ അനൃതാത് അതിവിഹ്വലഃ. ഇവിടെ ദശരഥനും നമ്മുടെ കൈകേയിക്ക് വാക്ക് കൊടുത്തതിന്റെ ഒരു വിഹ്വലത അദ്ദേഹത്തിനുണ്ട്. അനൃതാത് അതിവിഹ്വലഃ. അതിനെ സാക്ഷാത്കരിച്ചു കൊടുക്കുന്നത് രാമനാണ്. അച്ഛന്റെ ആ ഒരു വിഹ്വലതയെ അതിനെ അനുവദിച്ചു കൊടുക്കുന്നത്, അച്ഛൻ പറഞ്ഞ വാക്കിനെ സാധിച്ചു കൊടുക്കുന്നത് രാമൻ എന്ന പുത്രന്റെ ധീരതയാണ്. അവിടെ ദശരഥൻ പോലും അത്ര ധീരനാവുന്നില്ല. പോകണ്ടെന്നാ പറയുന്നത്. എന്നെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചാൽ പിന്നെ എനിക്ക് ഈ വാക്ക് പാലിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ പിടിച്ച് ബന്ധിക്കൂ, അവശനായിട്ടുള്ള എനിക്ക് സത്യം പാലിക്കേണ്ട ആവശ്യമില്ല എന്ന് ഒരു എന്താ പറയുക, ഒരു കപട സ്വഭാവം, എളുപ്പ വഴി ദശരഥൻ ഉപദേശിക്കുമ്പോൾ രാമൻ അത് സമ്മതിക്കുന്നില്ല. അച്ഛൻ അങ്ങനെ വഞ്ചകനാവരുത്, അച്ഛനെ ബന്ധിക്കാൻ എന്നെ കൊണ്ടും സാധിക്കില്ല. അങ്ങനെ അച്ഛനെ ബന്ധിച്ച മകൻ എന്നുള്ള പേര് ഈ രാമന് സ്വീകാര്യമേ അല്ല. രാമൻ അതിന് വിപരീതമായിട്ടാണ് അച്ഛന്റെ വാക്ക് പാലിച്ച് യശസ്വിയായി തീരാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള രാമനെ കൊണ്ട് അച്ഛനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പറഞ്ഞാൽ നടക്കുന്നതാണോ? അപ്പോ ഇവിടെയും അനൃതാത് അതിവിഹ്വലഃ, അല്ലെ, പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളത് പൂർവികന്മാർക്കൊക്കെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. നമ്മൾക്കിപ്പോൾ അതൊന്നൊരു കൂസലില്ലാതെയായി മാറി ഈ തലമുറയിലൊക്കെ. എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതൊക്കെ പറഞ്ഞതെല്ലാം മറന്നു പോവുക, അതിനെയൊക്കെ തിരസ്കരിക്കുക. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പദവാ പറഞ്ഞ അത് അപ്പോൾ സാഹചര്യത്തിൽ പറഞ്ഞതാ, ഇപ്പൊ സാഹചര്യമൊക്കെ മാറി, അതുകൊണ്ട് ഞാൻ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ തോന്നിയ വാസം ആണ് നമ്മളൊക്കെ, അല്ലേ? അങ്ങനെ ആവാതിരിക്കട്ടെ. വാക്കുകൾ പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുള്ള വാക്കുകൾ മാത്രം പറയുക, മറ്റുള്ളവർക്ക് വാഗ്ദാനം കൊടുക്കുമ്പോൾ. എന്നിട്ടത് പാലിക്കാനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കുക. അപ്പോ കിം ദുസ്സഹം नु സാധൂനാം വിദുഷാം കിമപേക്ഷിതം കിം അകാര്യം കദര്യാണാം ദുസ്ത്യജം കിം ധൃതാത്മനാം. ഇവിടെ സുഖബ്രഹ്മർഷി വസുദേവരെ ഒന്ന് പുകഴ്ത്തുകയാണ് ഇടയിൽ. കിം ദുസ്സഹം नु സാധൂനാം വിദുഷാ കിം അപേക്ഷിതം കിം അകാര്യം കദര്യാണാം ദുസ്ത്യജം കിം ധൃതാത്മനാം. മൊത്തത്തില് ഒരു ലോക സ്വഭാവം പറഞ്ഞുകൊണ്ട് അതിലൂടെ ഈ വസുദേവരെ പ്രശംസിക്കുകയാണ്. സാധൂനാം ദുസ്സഹം കിം. ഇപ്പോ പുത്രനെ കൊല്ലാൻ കൊടുക്കുക എന്നുള്ളത് വലിയ സഹനശക്തി ആവശ്യമുള്ളതായിട്ടുള്ള കാര്യമാണ്, ആർക്കും സാധിക്കുന്നതല്ല. എന്തെങ്കിലുമൊക്കെ വഴി കാണാൻ ശ്രമിക്കും രക്ഷപ്പെടുത്താൻ വേണ്ടി. എന്നാൽ ഇവിടെ സത്യസന്ധനായ, സാധുവായ, സദാചാര നിരതനായിരിക്കുന്ന വസുദേവരെ പോലെ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ആ നിശ്ചയദാർഢ്യം, അതാണ് ദുസ്സഹം എന്ന് പറയുന്നത്. സഹിക്കാൻ കഴിയാത്തതായിട്ട് എന്താണുള്ളത്? അദ്ദേഹത്തിന്റെ ആ ഒരു നിശ്ചയദാർഢ്യം, ധീരത, അത് അദ്ദേഹത്തിന് ഈ ദുഃഖത്തെ സഹിക്കാനുള്ള മനക്കരുത്ത് നൽകുന്നു. ദുഃഖം തന്നെയാണ്, പക്ഷെ സഹിക്കാനുള്ള ഡെപ്ത് അദ്ദേഹത്തിനുണ്ട്. ആ ഒരു ഉള്ളില് അത്രയും ശക്തി അദ്ദേഹത്തിന് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. ആ ഈശ്വരനിലുള്ള ഉറപ്പാണ് അത് സഹിക്കാനുള്ള ശക്തിയായിട്ട് ഭവിക്കുന്നത്. ഭഗവാനെ ആശ്രയിക്കുക, എല്ലാം ഈശ്വരനാണ് നിശ്ചയിക്കുന്നത്. എന്റെ കുറ്റം കൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ യാതൊന്നുമല്ല, ആരെയും കുറ്റം പറയുന്നില്ല, എല്ലാം ഈശ്വരനാണ് ഇവിടെ നടത്തുന്നത് എന്നുള്ള നിശ്ചയമാണ് ഇവിടുത്തെ സാധുക്കളുടെ ആ ഒരു സഹിക്കാനുള്ള ശക്തി. വിദുഷാം കിം അപേക്ഷിതാം. വിദുഷാം വിദ്വാനാം പണ്ഡിതാനാം കിം അപേക്ഷിതം. ഇവിടെ ലോകത്തിൽ അപേക്ഷിക്കത്തക്കതായിട്ട്, ആശ്രയിക്കത്തക്കതായിട്ട്, ഡിപ്പെൻഡബിൾ ആയിട്ട് ഇവിടെ എന്താ ഉള്ളത്? ഈ ലോകത്തിൽ ഏതെങ്കിലും വസ്തുക്കൾക്ക് വേണ്ടി വാശി പിടിച്ച് അതിനെ തന്നെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവിദ്വാൻമാരാണ്. എന്താണ് അവിദ്വത? അനിത്യമായതിനെ നിത്യമെന്ന് കരുതി മുറുക്കെ പിടിക്കുക. അപ്പൊ എല്ലാം അനിത്യമാണ്, എല്ലാം നശിക്കാനുള്ളതാണ്. അപ്പൊ ഇത് ഇപ്പൊ നശിക്കേണ്ടതായിരിക്കാം, ഈ കുട്ടി ജനിച്ചത് ഇപ്പൊ തന്നെ മരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് വിദ്വത്വമുള്ളവർക്ക് ആ കുട്ടി ജീവിച്ചിരുന്ന് ഇനി തങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ള അപേക്ഷ ഉണ്ടാവില്ല.
അപ്പോ വിദുഷാം കിം അപേക്ഷിതം, അവർ ഈ ലോകത്തിലുള്ള ഒരു വസ്തുക്കളെയും അപേക്ഷിക്കുകയില്ല, ആശ്രയിക്കുകയില്ല എന്നർത്ഥം. കിം അകാര്യം കദര്യാണാം, ഇവിടെ ഇടയിൽ കൂടെ ചോദിക്കുകയാണ് കദര്യാണാം. കദര്യന്മാരെന്ന് പറഞ്ഞാൽ കുൽസിതന്മാര്, ദുഷ്ടന്മാര്. ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവർക്ക് അകാര്യം കിം, എന്താണ് ചെയ്യരുതാത്തത്? ഇപ്പൊ കംസനെ പോലെയുള്ള ആളുകൾക്ക് ചെയ്യരുതാത്തതായിട്ടൊന്നുമില്ല. എന്ത് ക്രൂരകൃത്യവും ഏത് പാപവും ചെയ്യാൻ ഒരു മടിയുമില്ല. അപ്പൊ അങ്ങനെ ഒരു കൂട്ടരുണ്ട്, ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്. രണ്ടു കൂട്ടരെയും താരതമ്യം ചെയ്ത് ഇവിടെ പറയുകയാണ്. ദുസ്ത്യജം കിം ധൃതാത്മനാം, ധൃതാത്മനാം, ആത്മാവിനെ, മനസ്സിനെ നല്ലതുപോലെ ധൃതിയോടുകൂടി അവലംബിച്ചിരിക്കുന്ന, മുറുക്ക പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് ത്യജിക്കാൻ കഴിയാത്തത് എന്താണ്? ദുസ്ത്യജം കിം, ഈ ലോകത്തിലെല്ലാം അനിത്യമാണ്, അസുഖമാണ് എന്നറിയുന്നവർക്ക് ഈ അവനവനെ, ആത്മാവിനെ മുറുകെ പിടിച്ച്, അഥവാ ഈശ്വരനെ മുറുകെ പിടിച്ച് ലോകത്തെ മുഴുവൻ ത്യജിക്കാൻ സാധിക്കും. അല്ലെ, രാമൻ ലോകത്തെ മുഴുവൻ ത്യജിച്ചു, രാജസിംഹാസനത്തെ ത്യജിച്ചു, അച്ഛനമ്മമാരെയൊക്കെ ത്യജിച്ചു. എന്തിനു വേണ്ടി? ആ സത്യത്തെ പാലിക്കാൻ വേണ്ടി. ഭാര്യയും അനുജനെയും പോലും കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിരുന്നില്ലല്ലോ, ഒറ്റയ്ക്ക് പോകാനാ രാമൻ ഇറങ്ങിയത്. സീതയും ലക്ഷ്മണനും പിന്തിരിഞ്ഞില്ല, അവര് പുറകെ പുറപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കൂട്ടിയേ ഉള്ളൂ. അല്ലെങ്കിൽ രാമൻ ഒറ്റയ്ക്ക് തന്നെ പോകാൻ നിശ്ചയിച്ചത്, എല്ലാം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് പോകാൻ. അപ്പൊ തന്റെ സുഖത്തിന് വേണ്ടി ഒന്നിനെയും ത്യജിക്കാൻ ഒരു മടിയുമില്ല. സുഖത്തിന് ആസ്പദമായ വസ്തുക്കളെയൊക്കെ ത്യജിക്കുകയാണ്. അതാണ് ധൃതാത്മനാം ദുസ്ത്യജം കിം. അപ്പൊ ഇങ്ങനെ വസുദേവരെ ഒന്ന് പ്രശംസിച്ചു. ദൃഷ്ട്വാ സമത്വം തത്സൗരേഹ സത്യേ ചൈവ വ്യവസ്ഥിതിം കംസഃ തുഷ്ടമനാരാജൻ പ്രഹസൻ ഇദമബ്രവീത്. ദൃഷ്ട്വാ സമത്വം തത്സൗരേഹ സത്യേ ചൈവ വ്യവസ്ഥിതിം കംസഃ തുഷ്ടമനാരാജൻ പ്രഹസൻ ഇദമബ്രവീത്. അപ്പോ കംസൻ തന്റെ സഹോദരീ ഭർത്താവായ വസുദേവരുടെ, ശൂരസേനപുത്രനായ ശൗരിയുടെ, ശൗരേഹേ തൽ സമത്വം, ആ സമഭാവന, ആ ഒരു ബാലൻസ്, ഇമോഷണൽ ബാലൻസ്, അദ്ദേഹം തന്റെ ഇമോഷൻസിനെയൊക്കെ നിയന്ത്രിച്ച് ധീരത കൊണ്ട്, ആത്മനിയന്ത്രണം കൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ സമത്വം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സമത്വത്തെ, ബാലൻസിനെ, അതുപോലെ സത്യേ വ്യവസ്ഥിതിം ചെയ്യവ, സത്യത്തിലുള്ള ദൃഢനിശ്ചയം. 1 വർഷം മുമ്പ് പറഞ്ഞ വാക്കാണ്, വിവാഹവേളയിൽ പറഞ്ഞ വാക്കാണ്, അത് മാറാൻ തയ്യാറായില്ല. അത് ഉറപ്പിച്ചുകൊണ്ട് കംസൻ ചെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല, അവിടെ ദേവകി പ്രസവിച്ചോ, കുട്ടിയെ തരാന്ന് പറഞ്ഞിട്ടില്ലേ, ഇങ്ങോട്ട് കൊണ്ടുപോരൂ എന്നൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ചോദിക്കുന്നതിന് മുമ്പേ തന്നെ കൊണ്ടുപോയി കൊടുത്തു. അതാണ് ഇവിടുത്തെ സത്യേജ വ്യവസ്ഥിതിം എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിലുള്ള അദ്ദേഹത്തിന്റെ ദൃഢമായ ഉറപ്പിനെയും ദൃഷ്ട്വാ, കണ്ടിട്ട്, ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, തുഷ്ടമനാഹ കംസഃ, കംസഃ തുഷ്ടമനാഹ അഭവത്. ഈ കംസൻ തൽക്കാലം ഈ വസുദേവരുടെ ആ ഒരു സാമീപ്യം തന്നെ അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിന് സന്തോഷമുണ്ടായി, പ്രീതിയുണ്ടായി, വസുദേവരുടെ നേരെ ബഹുമാനം തോന്നി. അങ്ങനെ തുഷ്ടമനാഹ പ്രഹസന്നിതം അബ്രവീത്, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പുഞ്ചിരി ചെയ്തുകൊണ്ട് കംസൻ വസുദേവരോട് പറഞ്ഞു. പ്രതിയാതു കുമാരോയം നഹ്യസ്മാദസ്ഥി മേ ഭയം അഷ്ടമാഗ്യുവയോർഗർഭാത് മൃത്യുർമേ വിഹിത കില. ഒരു മിനിറ്റ്. നാരായണ. പ്രതിയാതു കുമാരോയം നഹ്യസ്മാദസ്തി മേ ഭയം അഷ്ടമാദ് യുവയോർ ഗർഭാത് മൃത്യുർമേ വിഹിത കില. അദ്ദേഹം പറയണം, അയം കുമാരഃ പ്രതിയാതു, ലെറ്റ് ഹിം ഗോ. ഈ കുട്ടി മടങ്ങിപ്പോക്കോട്ടെ എന്നാണ്. അയം കുമാരഃ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുകുട്ടി, ശിശു തന്നെയാണ്. അപ്പൊ അയം കുമാരഃ പ്രതിയാതു, ഈ കുട്ടിയെ കൊണ്ടുപോക്കോളൂ, ഇവൻ മടങ്ങിപ്പോയിക്കൊള്ളട്ടെ. കാരണം അസ്മാത് മേ ഭയം നഹി അസ്തി,
ഇവനിൽ നിന്ന് എനിക്ക് ഭയമില്ല, ഇവൻ എന്നെ കൊല്ലുമെന്ന് അശരീരി പറഞ്ഞിട്ടില്ല അല്ലേ? അശരീരി പറഞ്ഞത് 8ാമത്തെ പുത്രൻ കൊല്ലുന്നതാണ്. അപ്പൊ 1ാമത്തെ പുത്രനായിട്ട് ഇവനിൽ നിന്ന് എനിക്ക് മരണഭയമില്ല. യുവയോഹോ അഷ്ടമാത് ഗർഭാത് മേ മൃത്യുഹു വിഹിത കില. ആ അശരീരി സത്യമാണെങ്കിൽ 8ാമത്തെ പുത്രനല്ലേ കൊല്ലുന്നു പറഞ്ഞിട്ടുള്ളത് അല്ലെ? യുവയോഹോ, നിങ്ങൾ രണ്ടുപേരുടെയും അഷ്ടമാത് 8ാമത്തെ ഗർഭത്തിൽ നിന്ന് മേ മൃത്യുഹു വിഹിത കില, എനിക്കുള്ള മൃത്യു നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, വിധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ 8ാമത്തെ കുട്ടിയെ കൊണ്ടുവന്നാൽ മതി, ബാക്കി 7 അങ്ങ് തന്നെ വെച്ചോളൂ എന്ന മട്ടില് ആദ്യത്തെ കുട്ടിയെ അങ്ങോട്ട് അനുവദിച്ചു കൊടുത്തു. ഈ കുട്ടി തിരിച്ചു പൊക്കോട്ടെ, ഇവനെ കൊണ്ട് എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞു. തദേതി സുതമാദായ യയൗ ആനഗദുന്ദുഭിഃ നാഭ്യനന്ദത തദ്വാക്യം അസതോ അവിജിതാത്മനഃ. തഥേതി സുതമാദായ യയൗ ആനഗദുന്ദുഭിഃ നാഭ്യനന്ദത തദ്വാക്യം അസതോ അവിജിതാത്മനഃ. ആ ആനകതുന്തുബി, ആ സംസ്കാര സമ്പന്നനായ ദൈവീ സമ്പത്തിന്റെ ഉടമസ്ഥനായ വസുദേവര് തദായിതി, ഓ അങ്ങനെ ആവട്ടെ, തദാസ്തു, അങ്ങയുടെ ആജ്ഞ പോലെ ആവട്ടെ, അങ്ങയുടെ കാരുണ്യം എന്ന മട്ടില് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടോ തദേതി സുതം ആദായ, തന്റെ പുത്രനെ എടുത്തുകൊണ്ട് യയൗ, യാനം ചെയ്തു പോയി തന്റെ രാജധാനിയിലേക്ക്, അല്ലെങ്കിൽ തന്റെ അന്തഃപുരത്തിലേക്ക് വസുദേവർ മടങ്ങിപ്പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലോ ന അഭ്യനന്ദത തദ്വാക്യം, തദ്വാക്യം ന അഭ്യനന്ദത, അദ്ദേഹത്തിന്റെ ആ വാക്കിനെ, കംസന്റെ വാക്കിനെ അഭിനന്ദിച്ചതൊന്നുമില്ല. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് സന്തോഷിച്ചില്ല എന്ന്. കാരണം വിശ്വസിക്കാൻ പറ്റാത്തവനാണ്. അതാണ് അസതഃ അവിജിതാത്മനഃ, അസത്ത് സ്വഭാവമുള്ളവനാണ്, അസത്തിൽ സദ്ബുദ്ധിയുള്ളവനാണ്, ദേഹമാണ് എല്ലാം എന്ന് കരുതുന്ന അസുര സ്വഭാവമാണ്. അതാണ് അസത് സ്വഭാവം. അപ്പൊ അസത്തായിരിക്കുന്നവനും അവിജിതാത്മാ, ഇന്ദ്രിയ ജയം മനോജയം ഒന്നും ഇല്ലാത്തവനായിട്ടുള്ള, ആത്മാവിനെ കുറിച്ച് ഒന്നും വേണ്ട പോലെ വിചാരം ചെയ്തിട്ടില്ലാത്ത, ഇന്ദ്രിയ ലോലുപനായി ദേഹസുഖത്തിന് വേണ്ടി മനസ്സിനെ ലാളിച്ചുകൊണ്ട് നടക്കുന്നവനാണ് കംസൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് ചഞ്ചല ചിത്തനാണ്, മാറിക്കൊണ്ടിരിക്കുന്ന മനസ്സോട് കൂടിയവനാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല. അതാണ് തദ് വാക്യം നാഭ്യനന്ദത, ആ വാക്യത്തെക്കുറിച്ച് അഭിനന്ദിച്ചില്ല, അഥവാ സന്തോഷിച്ചില്ല. പിന്നെ മഹാത്മാക്കളുടെ സ്വഭാവവും ഇതുതന്നെയാണ്. എന്താണ്? ഹർഷം ഉണ്ടാകുമ്പോൾ, അനുകൂലമായ അവസ്ഥയുണ്ടാകുമ്പോൾ ഹർഷം ഉണ്ടാകുക, വിഷമമുണ്ടാകുമ്പോൾ, പ്രതികൂലം ഉണ്ടാകുമ്പോൾ ദുഃഖിക്കുക. ഇതൊക്കെ ഒരു പരിധിവരെ ഉണ്ടാവുള്ളൂ. അവർക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് തന്നെ പോകും. അല്ലാതെ എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ സന്തോഷിച്ച് ചാടിക്കളിക്കുക, തുള്ളിക്കളിക്കുക, ചെറിയ ദുഃഖങ്ങൾ വരുമ്പോഴേക്കും തകർന്ന് തരിപ്പണമാവുക, ഇതൊന്നും ധീരന്മാരുടെ, പണ്ഡിതന്മാരുടെ സ്വഭാവമല്ല. അപ്പൊ ആ സ്വഭാവം ഇദ്ദേഹത്തിനില്ല, വസുദേവർക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും എല്ലാം ഈശ്വര നിശ്ചയമെന്ന് വെച്ചിട്ട് മടങ്ങി. നന്ദാദ്യായേ വ്രജേ ഗോപാഃ യാശ്ചാമീഷാം ച യോഷിതഃ വൃഷ്ണയോ വസുദേവാദ്യാഃ ദേവക്യാദ്യാ യദുസ്ത്രിയഃ സർവേ വൈ ദേവതാ പ്രായാഃ ഉഭയോരപി ഭാരത ജ്ഞാതയോ ബന്ധുസുഹൃദോ യേ ച കംസമനുവ്രതാഃ ഏതത് കംസായ ഭഗവാൻ ശശംസ അഭ്യേത്യ നാരദഃ ഭൂമേർഭാരായമാണാനാം ദൈത്യാനാം ച വദോദ്യമം. നന്ദാദ്യായേ വ്രജേ ഗോപാഃ യാശ്ചാമീഷാം ച യോഷിതഃ വൃഷ്ണയോ വസുദേവാദ്യാഃ ദേവക്യാദ്യാ യദുസ്ത്രിയഃ സർവേ വൈ ദേവതാ പ്രായാഃ ഉഭയോരപി ഭാരത ജ്ഞാതയോ ബന്ധുസുഹൃദഃ യേ ച കംസമനുവ്രതാഃ ഏതത് കംസായ ഭഗവാൻ ശശംസാഭ്യേത്യ നാരദഃ ഭൂമിർഭാരായമാണാനാം ദൈത്യാനാം ച വദോദ്യമം. ഇത് 3 ശ്ലോകങ്ങൾ ഒന്നിച്ച് അന്വയിക്കേണ്ടതാണ്. കാരണം മുമ്പിൽ പറഞ്ഞതുമായിട്ട്
62, 63 ശ്ലോകം പൂർണ്ണമാകുന്നത് 64 നാരദനുമായിട്ട് ബന്ധിക്കുമ്പോഴാണ്. അതാണ് ഏതത് ഭഗവാൻ നാരദ അഭ്യത്യ കംസായ ശശംസ. ഏതത് ഈ കാര്യം ഭഗവാൻ നാരദ സർവജ്ഞനായ ത്രികാലജ്ഞനായ എല്ലാം അറിയുന്നവനായ ഇവരുടെയൊക്കെ ഈ കംസാദികളുടെയൊക്കെ പൂർവജന്മങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നവനാണ്. ഉൽപ്പത്തിം ച വിനാശം ച ഭൂതാനാം ആഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സവാച്യോ ഭഗവാൻ ഇതി. ആരെ ഭഗവാൻ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞ വിഷ്ണു പുരാണത്തിൽ പറയുന്നതാണ്. ഈ ഓരോരുത്തരുടെയും ഉൽപ്പത്തി വിനാശങ്ങളെക്കുറിച്ചും ആഗതി ഗതികളെക്കുറിച്ചും വിദ്യ അവിദ്യകളെക്കുറിച്ചും എല്ലാം അറിയുന്ന സർവജ്ഞന്മാർ ത്രികാലജ്ഞാനികൾ, ഇവരെ ഭഗവാൻ എന്ന് വിളിക്കാം. അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ നാരദൻ എല്ലാം അറിയുന്ന ആളാണ്. ഇവരുടെ പൂർവ്വജന്മങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്ന, ഇവരൊക്കെ എന്തിനു വേണ്ടി വന്ന് ജനിച്ചിരിക്കുന്നു എന്ന് അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഭഗവാൻ നാരദ അഭ്യേത്യ, അഭ്യേത്യ നേരിൽ വന്ന് കംസന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് കംസായ ശശംസ, കംസനോടായിക്കൊണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഏതിനെക്കുറിച്ചാ പറഞ്ഞു കൊടുത്തത്? മുമ്പിൽ പറഞ്ഞ വരികൾ. നന്ദാദ്യായേ വ്രജേ ഗോപാഹ. അപ്പൊ വ്രജേ നന്ദാദ്യായേ ഗോപാഹ. വ്രജം ഗോകുലം, ഗോകുലത്തിലുള്ള നന്ദൻ മുതലായിട്ടുള്ള ഏതെല്ലാം ഗോപന്മാരുണ്ടോ, യാഹാച അമീഷാം യോഷിതഃ, അമീഷാം നന്ദാദീനാം യോഷിതഃ ഭാര്യാഹ, ദാരങ്ങൾ, ദാരാഹ, അവരുടെയൊക്കെ സ്ത്രീകൾ, ഭാര്യമാർ. അമീഷാം യോഷിതഃ, അവരുടെയൊക്കെ ഭാര്യമാര്, അവരുടെയൊക്കെ സ്ത്രീകൾ, ഗോപസ്ത്രീകളും ആരാണ്? വൃഷ്ണയഃ വസുദേവാദ്യാഹ. അപ്പോ വസുദേവൻ മുതലായിട്ടുള്ള ആ വൃഷ്ണികൾ, ശൂരസേന വംശത്തിലുള്ള ആളുകൾ, വസുദേവൻ, അക്രൂരൻ മുതലായിട്ടുള്ള ആളുകളെ കുറിച്ചും, ദേവക്യാദ്യാഹ യദുസ്ത്രീയ, ദേവകി മുതലായിട്ടുള്ള ദേവകന്റെ പുത്രിമാരായിട്ടുള്ള ആളുകളും, യദുസ്ത്രീയ ഈ യാദവ സ്ത്രീകളും എല്ലാവരും. സർവേ വൈ ദേവതാപ്രായാഹ ഉഭയോരപി ഭാരത. ഹേ ഭാരത, അല്ലയോ പരീക്ഷിത് രാജാവേ, ഉഭയോരപി, ഉഭയോർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നന്ദഗോപരുടെ ഗൃഹത്തിലാണെങ്കിലും വൃഷ്ണികളുടെ ആണെങ്കിലും അതുപോലെയുള്ള ഭോജവംശത്തിലാണെങ്കിലും എല്ലായിടത്തും സർവേ വൈ എല്ലാവരും പ്രായാഹ, പ്രായേണ ദേവതാഹ എന്നർത്ഥം. ദേവതാ പ്രായാഹ എന്ന് പറഞ്ഞാൽ ദൈവീ സമ്പത്ത് നിറഞ്ഞ ദേവതാംശജാതന്മാരാണ്. ഇവരെല്ലാം ദേവാംശജാതന്മാരാണ്. ജ്ഞാതയോ ബന്ധുസുഹൃതോ യേച്ച കംസം അനുവ്രതാഹ. അതുപോലെ ഏ കംസം അനുവ്രതാഹ ബന്ധുസുഹൃത ജ്ഞാതയ, അവരുടെയൊക്കെ വംശത്തിൽ ജനിച്ച കംസനെ അനുസരിക്കുന്നവരായിട്ടുള്ള പലരും, കംസന്റെ കൂട്ടത്തിലുള്ളവർ പോലും പലരും ദേവതാപ്രായന്മാരാണ് എന്ന് പറഞ്ഞുകൊടുത്തു. ഇനി ചിലരൊക്കെ അസുരന്മാരുടെ കൂടെ നീയും അസുരനാണെന്നും കൂടി പറയുന്നുണ്ട്. അത് ഈ അധ്യായത്തിന്റെ അവസാന ശ്ലോകത്തിൽ പറയും. അപ്പൊ അങ്ങനെ കംസനോട് ഈ രഹസ്യങ്ങളെല്ലാം, ഇവരെല്ലാം ദേവാംശജാതന്മാരാണ്, അങ്ങയുടെ വാസ്തവത്തിൽ ശത്രുക്കളാണ്, അങ്ങ് അസുര അംശജാതനാണ്, അങ്ങയെ വധിക്കാൻ വേണ്ടി, അതാണ് ഭൂമേർ ഭാരായമാണാനാം ദൈത്യാനാം ച വധോദ്യമം, ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന ദൈത്യന്മാരായ നിങ്ങളെപ്പോലെയുള്ള ആളുകളെ വധിക്കാനായിട്ട് ദേവന്മാര് പ്രച്ഛന്ന വേഷത്തില് വന്ന് ജനിച്ചിരിക്കുകയാണ് ഇവിടെ. ഗൂഢമായിട്ട് നിന്റെ ബന്ധുക്കളായിട്ട് തന്നെ വന്നിരിക്കുകയാണ്, നിന്നെ കാലുവാരാനായിട്ട്, അല്ലെ, നിന്നെ ചതിച്ചു കൊല്ലാനായിട്ട് നിന്റെ ബന്ധുക്കളുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ അവർ നിന്റെ ബന്ധുക്കളല്ല, നിന്റെ ശത്രുക്കളായ ദേവന്മാരാണ്. ജന്മാന്തര ശത്രുതയുണ്ട്. ജാഗ്രത ജാഗ്രത എന്ന് നാരദൻ വന്നൊന്ന് ഇളക്കി വിട്ടു. ഇദ്ദേഹത്തിന്റെ ദുഷ്ട സ്വഭാവത്തെ പ്രകോപിപ്പിച്ചു. കുറച്ചൊന്ന് ശാന്തനായി പോയതായിരുന്നു, അല്ലേ? വസുദേവര് ഒന്നാമത്തെ കുട്ടിയെ കൊണ്ടു കൊടുത്തപ്പോ ഇവനിൽ നിന്ന് ഭയമില്ല, കൊണ്ടുപോക്കോളൂ എന്ന് പറഞ്ഞ് അല്പം സമചിത്തത പ്രകടിപ്പിച്ച, ശാന്തത പ്രകടിപ്പിച്ച ആ കംസനെ എളുപ്പത്തിൽ കോപിപ്പിക്കാം. എന്താ കാരണം? ദുഷ്ടനായതുകൊണ്ട്. അതാണ് നാരദൻ അത് എളുപ്പത്തിൽ സാധിച്ചു. വന്ന കാര്യം ഈസി ആയിട്ട് സാധിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? ഋഷേഹേ വിനിർഗമേ കംസോ യദൂന്മത്വാ സുരാൻ ഇതി
ദേവക്യാ ഗർഭസംഭൂതം വിഷ്ണും ച സ്വവധം പ്രതി ഋഷേർവിനിർഗമേ കംസോ യദോന്മത്വാ സുരാനിതി ദേവക്യാ ഗർഭസംഭൂതം വിഷ്ണും ച സ്വവധം പ്രതി ഋഷേഹേ വിനിർഗമേ ഋഷി മടങ്ങിപ്പോയപ്പോൾ, അദ്ദേഹം വിനിർഗമിച്ചപ്പോൾ, കംസഹ യദൂൻ സുരാനിതി, യാദവന്മാരൊക്കെ സുരന്മാരാണല്ലേ, കള്ളന്മാര് വേഷം മാറി വന്നിരിക്കുകയാണല്ലേ എന്ന് കംസൻ മനസ്സിലാക്കി. മാത്രമല്ല സ്വവധം പ്രതി ദേവക്യാഹ ഗർഭസംഭൂതം വിഷ്ണും ച മത്വാ, സ്വവധം പ്രതി തന്നെ വധിക്കാനായിക്കൊണ്ട് ദേവക്യാ ഗർഭസംഭൂതനായിട്ട്, ദേവകിയുടെ ഗർഭത്തിൽ സംഭവിച്ചവനായിട്ട് വിഷ്ണു വരുന്നതും വിഷ്ണുവിനെ കുറിച്ചും മത്വാ അറിഞ്ഞിട്ട് വിചാരിച്ചിട്ട് എന്നൊക്കെ അർത്ഥം. അപ്പൊ എല്ലാ കാര്യങ്ങളും രഹസ്യമൊക്കെ കംസന് പിടികിട്ടി. അതോടുകൂടി ദേവകീം വസുദേവം ച നിഗൃഹ്യ നികടൈർഗൃഹേ ജാതം ജാതം അഹൻ പുത്രം തയോരജനശങ്കയാ ദേവകീ വസുദേവം ച നിഗൃഹ്യ നികടൈർഗൃഹേ ജാതം ജാതമഹൻ പുത്രം തയോരജനശങ്കയാ ദേവകീം വസുദേവം ച നികടൈഹി ഗൃഹേ നിഗൃഹ്യ. നികടം എന്നാൽ ചങ്ങല. അപ്പൊ ദേവകീ വസുദേവന്മാർ രണ്ടുപേരെയും നികടങ്ങളെ കൊണ്ട് അഥവാ ചങ്ങലകളെ കൊണ്ട് ഗൃഹത്തിൽ തന്നെ ബന്ധിച്ചിട്ട്, നിഗൃഹ്യ എന്ന് പറഞ്ഞാൽ നിതരാം ഗ്രഹണം കൃത്വ. എന്നിട്ടോ തയോഹോ ജാതം ജാതം പുത്രം അജനശങ്കയ അഹന്. തയോഹോ ജാതം ജാതം പുത്രം, അവരിൽ രണ്ടുപേരിൽ നിന്നും ജനിക്കുന്ന പുത്രന്മാരെ, അപ്പോ പുത്രോത്പത്തി ഉണ്ടാവാനുള്ള അവസരമൊക്കെ കൊടുത്തിട്ടുണ്ട്. ചങ്ങലത്തിരി നീളമുള്ള ചങ്ങലയ്ക്കാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ദാമ്പത്യമൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുന്ന കുട്ടികളെ, അതാണ് ജാതം ജാതം പുത്രം അജനശങ്കയ അഹൻ. അജനൻ എന്നാൽ ജനനമില്ലാത്തവൻ, വിഷ്ണു. ന ജായതേ, അങ്ങനെ ജന്മരഹിതനായിരിക്കുന്ന വിഷ്ണു എന്നുള്ള അർത്ഥത്തില് എല്ലാ പുത്രന്മാരെയും ഹനിച്ചു കളഞ്ഞു. അജനശങ്ക എന്നുള്ളതിന് ശത്രു എന്നുള്ള വിചാരമെന്നും വേണമെങ്കിൽ പറയാം. തന്റെ സ്വജനമല്ല, ബന്ധുവല്ല, ശത്രുവാണ്, അജനമാണ് എന്നുള്ള അർത്ഥത്തിൽ, ആ അർത്ഥത്തിലും വ്യാഖ്യാനിക്കാൻ വേണമെങ്കിൽ ഈ അർത്ഥത്തില് ജനനമില്ലാത്തവൻ അജനൻ. ന ജായതേതി അജഹ എന്ന് പറയുന്ന അത് തന്നെ അജനൻ. അപ്പൊ വിഷ്ണുവാണ് എന്ന്, വിഷ്ണു ഏത് വേഷത്തിൽ എങ്ങനെ വേണമെങ്കിൽ വരാം. എട്ടാമനായിട്ട് വരാൻ കാത്തിരുന്നാൽ ഒന്നാമനായിട്ട് വന്ന് കാര്യം സാധിച്ചു പോകും. ഭയങ്കര മായാവിയാണ്, കള്ളനാണ്. നാരദൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിഷ്ണുവിനെ വിശ്വസിക്കേണ്ട കേട്ടോ. ഹാവ്, എന്തൊക്കെ വേഷം കെട്ടിയിട്ടുള്ളത്. ആ ഹിരണ്യകശിപുവിനെ പറ്റിച്ചത് ഓർത്തൂടെ? തൂണിൽ നിന്ന് നരസിംഹമായിട്ടല്ലേ വന്നത്, അല്ലേ? ഹിരണ്യാക്ഷനെ വരാഹമായിട്ട് വന്ന് വെള്ളത്തിൽ നിന്ന് വന്നിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയില്ലേ? അങ്ങനെ ഓരോരുത്തരെയും ഏതൊക്കെ രൂപത്തിലാണ് വന്ന് തട്ടിയിട്ടുള്ളത്, മത്സ്യമായും കൂർമ്മമായും. ഏതൊക്കെ വേഷം കെട്ടിയിട്ടുണ്ട് ആള്. വിശ്വസിക്കാൻ കൊള്ളില്ല കേട്ടോ. നീ ഇങ്ങനെ എട്ടാമനെയും കാത്തിരുന്നാല് എപ്പോഴാ നിന്റെ പണി കഴിയാന്നറിയില്ല എന്ന് നാരദൻ വാണിംഗ് ചെയ്തു. അപ്പൊ എത്രാമനായിട്ടാണ് ഈ വിഷ്ണു ജനിക്കുക എന്നുള്ളത് ശങ്ക കൊണ്ട്, ജന്മമില്ലാത്തവൻ തന്റെ ശത്രുവാണ്, ജനിക്കും എന്ന് കരുതിക്കൊണ്ട് അജനശങ്കയ അഹന് ഹനിച്ചു. മാതരം പിതരം ഭ്രാതൃൻ സർവാംശ്ച സുഹൃദസ്തദാ ഗ്നന്ദിഹ്യസുതൃപോ ലുബ്ധ രാജാനഃ പ്രായശോ ഭുവി. മാതരം പിതരം ഭ്രാതൃൻ സർവാംശ്ച സുഹൃദസ്തദാ ഗ്നന്ദിഹ്യസുതൃപോ ലുബ്ധ രാജാന പ്രായശോ ഭുവി. സാധാരണ ഇതുപോലെയുള്ള ദുഷ്ടന്മാരുടെ, സ്വാർത്ഥന്മാരുടെ സ്വഭാവം പറയണം. അങ്ങനെയുള്ളവർ ധാരാളം ഉണ്ട്. അതുകൊണ്ട് അതിശയോക്തിയൊന്നുമില്ല ഇവിടെ എന്ന് സൂചിപ്പിക്കുകയാണ്. മാതരം പിതരം ഭ്രാതൃൻ സർവാംശ സുഹൃദസ്തദാ ഗ്നന്ദിഹി അസുതൃപ ലുബ്ധാഹ രാജാന പ്രായശോ ഭുവി. ഭുവി, ഈ ഭൂമിയിൽ പ്രായശഃ എന്ന് പറഞ്ഞാൽ തന്നെ സാമാന്യമായിട്ട്, പൊതുവെ, അപ്പൊ ജനറൽ ആണിത്, അല്ലേ? ഇതൊന്നും വലിയൊന്നുള്ള
സ്വഭാവമൊന്നുമല്ല. പുത്രാദപിതനഭാജാം ഭീതി സർവത്രൈഷാ വിഹിതാരീതി എന്ന് ശങ്കരാചാര്യരും പാടിയിട്ടുണ്ട്. പുത്രന്മാരിൽ നിന്നാണ് ധനികന്മാർക്ക് ഏറ്റവും ഭയം. യേഷാ രീതി സർവത്ര വിഹിത, ഇത് എല്ലാ കാലത്തും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ്. അപ്പോ സ്വാർത്ഥരായിട്ടുള്ള രാജാക്കന്മാർ, അതാണ് പ്രായശഃ അസുതൃപഃ, അസുവിനെ തൃപ്തിപ്പെടുത്തുന്നവർ, ഇന്ദ്രിയങ്ങളെ താലോലിക്കുന്നവർ, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നവർ. ലുബ്ധാഹ രാജാനഃ, ലുബ്ധന്മാരായ രാജാക്കന്മാർ. മാതരം പിതരം ഭ്രാതൃൻ സുഹൃദഃ തഥാ സർവാൻ ച ഗ്നന്തി, വേണ്ടി വന്നാൽ അമ്മയെ കൊല്ലും, അച്ഛനെയും കൊല്ലും, സഹോദരന്മാരെയും കൊല്ലും, സുഹൃത്തുക്കള്, ബന്ധുക്കള്, ഇഷ്ടന്മാരെ എല്ലാവരെയും തഥാ സർവാൻ ഗ്നന്തി, എല്ലാവരെയും കൊല്ലാൻ ഒരു മടിയുമില്ല. നമ്മുടെ ചുറ്റും തന്നെ നടക്കേണ്ട ഇഷ്ടം പോലെ. നേരിട്ട് കൊന്നില്ലെങ്കിലും അവരുടെ മരണത്തിന് കാരണമാകുന്ന എത്രയോ മക്കളുണ്ട്, സ്വന്തം സ്വാർത്ഥത കാരണമായിട്ട്. ഇന്നലെ കൂടി ഏതോ TV ന്യൂസിലെവിടെയോ കണ്ടു. മകള് ആരെയോ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ അവന്റെ കൂടെ ഇറങ്ങിപ്പോകാനായിട്ട് തീരുമാനിച്ചതായിട്ടുള്ള സമയത്ത് അച്ഛനും അമ്മയും പറഞ്ഞു, നീ പോയാൽ ഞങ്ങൾ മരിക്കും. അവര് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു, നീ അവന്റെ കൂടെ പോയാൽ ഞങ്ങൾ മരിക്കും. ഇന്നലെ മെലിഞ്ഞാന്ന് നടന്നതാണ്. അവൾ അതൊന്നും കൂട്ടാക്കാതെ അവളുടെ സുഖം നോക്കി അവളുടെ ഇഷ്ടത്തിന് ഏതൊരുത്തന്റെ കൂടെ പോയി. അച്ഛനും അമ്മയും പറഞ്ഞ വാക്ക് പാലിച്ചു. അവരെഴുതി വെച്ചു, ഇവൾ പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് ഞങ്ങളിതാ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ്. അമ്മയും അച്ഛനും മരണം വരിച്ചു. അത് അവരുടെ അവിവേകം. ഇതുപോലെയുള്ള ദുഷ്ട സ്വഭാവമുള്ള മക്കൾക്ക് വേണ്ടി മരിക്കും. ഇനിയും വേറെ പല കാര്യങ്ങളും ചെയ്തുകൂടെ അവർക്ക് ജീവിച്ചിട്ട്? അപ്പൊ അവരുടെ ജീവിതം എന്നുള്ളത് ഈ മകളിൽ കെട്ടിയിട്ടു. അവര് മകളായിരുന്നു അവരെല്ലാമായിട്ട് കരുതിയിരിക്കുന്നത്. ആശ്രയം, മകളെ ആശ്രയിച്ചു. അത് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. ഈശ്വരനെ ആശ്രയിക്കുന്നതിന് പകരം, സജ്ജനങ്ങളെ, ഗുരുക്കന്മാരെയൊക്കെ ആശ്രയിക്കുന്നതിന് പകരം, ഒരു വ്യവസ്ഥയില്ലാത്ത ദുഷ്ട സ്വഭാവമുള്ളവരായിട്ടുള്ള പൂർവജന്മ ശത്രുക്കളായി വന്നിരിക്കുന്ന മക്കളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ജന്മം പാഴായിപ്പോയി. ഇന്നലെ മിനിഞ്ഞാന്ന് കൊല്ലം ഭാഗത്ത് എവിടെ നടന്നതാണ്. ഇതാണ് സ്വന്തം സുഖത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി അച്ഛനും അമ്മയും കൊല്ലാനും മടിയില്ല. അവർ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, തങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കണം. അതാണ് എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്. അതാണ് പ്രായശഃ എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഇവനെ പോലെയുള്ള ദുഷ്ടന്റെ കാര്യം പറയേണ്ടതുണ്ടോ എന്ന് വ്യംഗ്യം. അപ്പൊ ഭുവി പ്രായശഃ അസുതൃപഃ ലുബ്ധാഃ, ലുബ്ധന്മാര്. ലുബ്ധന്മാരെന്ന് പറഞ്ഞാൽ അത്യാർത്തിയുള്ളവര്, സ്വന്തം സ്വാർത്ഥതയിൽ ഭ്രമിക്കുന്നവര്. അങ്ങനെയുള്ള രാജാനഹ, രാജാക്കന്മാർ പ്രത്യേകിച്ചും രജോഗുണ പ്രധാനികളാണ്. അവർക്ക് തമോ ഗുണം വർദ്ധിച്ച ഹിംസയും ചെയ്യും. മാതാവിനെയും പിതാവിനെയും ഭ്രാതാക്കളെയും സുഹൃത്തുക്കളെയും സർവാൻ ഗ്നന്തി, എല്ലാവരെയും കൊല്ലാൻ മടിയില്ലാത്തവരാണ്. ആത്മാനമിഹ സഞ്ജാതം ജാനൻ പ്രാഗ്വിഷ്ണുനാഹതം മഹാസുരം കാലനേമിം യദുഭിഃ സവിരുദ്ധ്യത. ആത്മാനം ഇഹ സഞ്ജാതം ജാനൻ പ്രാഗ്വിഷ്ണുനാഹതം മഹാസുരം കാലനേമിം യദുഭിഃ സവിരുദ്ധ്യത. അപ്പോൾ തന്നെക്കുറിച്ച് ആത്മാനം ഇഹ സഞ്ജാതം, ഇവിടെ ജനിച്ചത് ആരാണ്? ജാനൻ അറിഞ്ഞു. പ്രാഗ് വിഷ്ണുനാഹതം മഹാസുരം കാലനേമി. പ്രാഗ് പൂർവജന്മത്തില് വിഷ്ണുനാഹതം, വിഷ്ണുവിനാൽ കൊല്ലപ്പെട്ടവനായ മഹാസുരനായ കാലനേമിയാണ് താനെന്ന്. ഇപ്പൊ താൻ ഉഗ്രസേനന്റെ മകനാണെങ്കിലും പൂർവജന്മത്തിൽ താൻ കാലനേമിയായിരുന്നു. നമ്മള് അഷ്ടമസ്കന്ധത്തിലെ ദേവാസുര യുദ്ധം, പാലാഴി മദനം കഴിഞ്ഞിട്ടുള്ള ദേവാസുര യുദ്ധത്തില് അസുരന്മാരുടെ ലിസ്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ കുറെ പേര് പറഞ്ഞപ്പോൾ അതിൽ കാലനേമി എന്ന് പറഞ്ഞൊരു അസുരനെ ഭഗവാൻ വിഷ്ണു ഗരുഡവാഹനായി വന്ന് വധിച്ചു. ഇന്ദ്രൻ, ബലൻ, പാകൻ, ജമ്പൻ മുതലായിട്ടുള്ള അസുരന്മാരെയൊക്കെ, നമുചി മുതലായവരെയൊക്കെ വധിച്ച ആ സമയത്ത് ഭഗവാനാണ് കാലനേമി മുതലായ ചിലരെയൊക്കെ വധിച്ചത് എന്ന് പറഞ്ഞു. അവിടെ വിഷ്ണു കാലനേമിയെ വധിച്ചു. അതാണ് മഹാസുരം കാലനേമിം. താൻ കാലനേമിയാണെന്ന്
തിരിച്ചറിഞ്ഞിട്ട് അത് ശരി, എന്റെ ശത്രുക്കളാണ് ഇവരൊക്കെ, വിഷ്ണുവും എന്റെ ശരിക്കുള്ള ജന്മശത്രുവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ജാനന് സഹ യദുബിഹി വിരുദ്ധ്യത, അവൻ യദുക്കളോട് വിരോധം ചെയ്തു. യദുക്കളെ അവൻ ഉപദ്രവിക്കാൻ തുടങ്ങി, അവരെയൊക്കെ പല രീതിയിൽ നിരോധിക്കാൻ തുടങ്ങി, അവരെയൊക്കെ കാരാഗൃഹത്തിൽ അടയ്ക്കാനോ ഏതൊക്കെ രീതിയിൽ അവരെ ഉപദ്രവിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്തു. അതാണ് യദുബിഹി വിരുദ്ധ്യത. ഉഗ്രസേനം ച പിതരം യദുഭോജാന്തകാധിപം സ്വയം നിഗൃഹ്യ ബുഭുജേ ശൂരസേനാൻ മഹാബലഃ. ഉഗ്രസേനം ച പിതരം യദുഭോജാന്തകാധിപം സ്വയം നിഗൃഹ്യ ബുഭുജേ ശൂരസേനാൻ മഹാബലഃ. അപ്പൊ തന്റെ പിതരം ഉഗ്രസേനം, അദ്ദേഹം തന്നെയായിരുന്നു എല്ലാവരുടെയും അധിപൻ. അതാണ് യദുഭോജ അന്തക അധിപം. യദുവംശത്തിലെ ഭോജന്മാര്, അന്തകന്മാര് മുതലായിട്ടുള്ള എല്ലാവരുടെയും വൃഷ്ണി വംശത്തെ സൂചിപ്പിക്കാനാണ് ഇവിടെ യദു പറഞ്ഞത്. യദുഭോജ അന്തകന്മാരുടെ എല്ലാം അധിപനായ പിതാവിനെ ഉഗ്രസേനനെ സ്വയം നിഗൃഹ്യ, താൻ തന്നെ നിഗ്രഹിച്ച്, അഥവാ താൻ തന്നെ ബന്ധിച്ചിട്ട്, അവിടെ നിഗൃഹ്യ എന്നാണ് നിതരാൻ ഗ്രഹണം കൃത്വ, കാരാഗ്രഹത്തിൽ അടച്ചിട്ട്, ശൂരസേനാൻ ബുഭുജെ, ശൂരസേന ദേശങ്ങളെയൊക്കെ സ്വയം ഭുജിച്ചു, സ്വയം അനുഭവിച്ചു. താൻ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും രാജാവായി വാണു എന്നർത്ഥം. അപ്പൊ സ്വന്തം അച്ഛനെ വരെ കാരാഗ്രഹത്തിൽ അടച്ച് എല്ലാം അടക്കി വാണു, താൻ തന്നെ രാജാവായി വാണു. യാദവന്മാരെയെല്ലാം ഉപദ്രവിക്കാനും ആരംഭിച്ചു. ഇനി അതിന്റെ തുടർച്ച അടുത്ത അധ്യായത്തിലാണ്. ഇവിടെ തൽക്കാലം നമ്മൾ നിർത്തുന്നു. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കൃഷ്ണാവതാരാരംഭേ പ്രഥമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. പിന്നെ നമുക്ക് വൈകിട്ട് 6:30 നോക്കാം, കുറച്ച് കാണാം, അങ്ങനെ തുടർന്ന് പോകാം. 26-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തിക്ക് കറക്റ്റായിട്ട് കൃഷ്ണാവതാരം വരണം. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് തീർത്തു വയ്ക്കാം. പ്രത്യേകിച്ച് ബ്രഹ്മാദി ദേവന്മാരുടെ സ്തുതി വളരെ ഗംഭീരമാണ്. അപ്പം അത് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ സമയം വേണം. അതുകൊണ്ട് വൈകുന്നേരം 6:30 അടുത്ത സെഷൻ. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. വൈകിട്ട് 6:30. ഹരി ഓം. ഹരി ഓം.